നെടുമങ്ങാട് പട്ടണം മലയോര പട്ടണത്തിൽ ഒരു ട്രെയിൻ ഇങ്ങനെ വന്നു നിന്നാൽ അതെങ്ങനെ ഇരിക്കും എന്ന സ്വപ്നമാണ്. നിങ്ങൾ പിന്നെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ജയിപ്പിക്കും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ളൊരു പാർട്ടിയായി CPI മാറിയിരിക്കുകയാണ്. 6.5 കോടിയിലധികം രൂപ വരവും 6 കോടിയിലധികം രൂപ ചെലവുമുള്ള കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലെ കണക്കിൽ വലിയ ക്രമക്കേട് കണ്ടുപിടിക്കപ്പെട്ടു. തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയെ നയിക്കുന്നത് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന മന്ത്രി കൂടിയായിട്ടുള്ള ആളാണ്. ഏലക്ക അഴിമതി, സഞ്ചി വാങ്ങിയതിൽ അഴിമതി, പർച്ചേസിൽ അഴിമതി, അതുപോലെ തന്നെ അരിമില്ലുകളുമായി ബന്ധപ്പെട്ട അഴിമതി, സംഘപരിവാർ ശക്തികളുമായി ഒരു ധാരണ, ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഉപനേതാവ് കൂടിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം പകലെല്ലാം കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ അദ്ദേഹം ഒരു RSS കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയേണ്ട നിലയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീനാങ്കൽ കുമാർ GR അനിലിനെക്കാളും വളർന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഔദ്യോഗികമായ പാനലിൽ ഉൾപ്പെട്ടിരുന്ന ആൾ. ഇത്രയും വർഷമായിട്ട് പാർട്ടി നിന്നിട്ട് ഇതെങ്ങനെ പുറത്തു വരിക എന്നുള്ളതാണ്. ഏറ്റവും ശക്തനായ നേതാവായിരുന്നു അഡ്വക്കേറ്റ് P. രാമചന്ദ്രൻ നായർ. അകാരണമായി അദ്ദേഹത്തെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ തരം താഴ്ത്തുന്ന സമീപനം ഉണ്ടായി. അദ്ദേഹം പിന്നീട് മറ്റു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ വെഞ്ഞാറമൂട് ശശി, അദ്ദേഹത്തിന് മേലുള്ള നടപടി, AP ശരത്ത്, രാജ്യസഭാംഗമായിരുന്ന ശ്രീ MB അച്യുതൻ, സതീശൻ മുൻ ഡെപ്യൂട്ടി മേയർ, ഹാപ്പി കുമാർ മുൻ ഡെപ്യൂട്ടി മേയർ, മുൻ നഗരസഭാ കൗൺസിലറായിരുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ശ്രീ KA ബാഹുലേ, അദ്ദേഹം ഈ പ്രസ്ഥാനത്തിലില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് SM റാസി, 4 തവണ കൗൺസിലറായി വിജയിച്ചിട്ടുള്ള ശ്രീ NR ബൈജു, കോലിയക്കോട് ശ്രീ N ദാമോദരൻ നായർ, ശിവൻകുട്ടി നായർ, തങ്കപ്പൻ നായർ അഹോരാത്രം ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഈ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളിൽ അതിൻ്റെ മൂല്യച്യുതിക്കെതിരെ, അതിൻ്റെ ആശയ നഷ്ടത്തിനെതിരെ പടപൊരുതുന്ന ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള അംഗീകാരമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുന്നു. നെറ്റിയിലെ പാടൊക്കെ അടികിട്ടിയതിൻ്റെ പാടുകളാണ്. അതെന്ത് സമരമായിരുന്നു? സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അന്ന് എന്നെ അടിച്ച് അവശനാക്കി അതിൻ്റെ ഓടയ്ക്ക് സൈഡിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടു. പ്രസ്ഥാനത്തിന് പതാക എടുത്ത് മൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ TV-യിൽ കണ്ടുകൊണ്ടിരുന്ന ചില ആളുകൾ പരസ്പരം പറഞ്ഞു, നാളെന്തായാലും തീർന്നു. AK ആന്റണി സാറാണ് എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഒരു പ്രചോദനമായി മാറിയത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ മണ്ഡലം ഒരു ബാലികേറ മലയല്ല. ഇന്നത്തെ രാഷ്ട്രീയമായ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ്, ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് വിജയ പ്രതീക്ഷ നന്നായിട്ടുണ്ട്. മീനാങ്കൽ കുമാറാണ് നമുക്കിപ്പോൾ. ഹായ്, നമസ്കാരം. നമസ്കാരം. ഇനി ഞാൻ കാണുന്നത് മുതൽ സത്യത്തിൽ ഇടതുപക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു ട്വിസ്റ്റൊക്കെ സംഭവിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കുകയാണ്. അപ്പോൾ ഇടത് ചേർന്ന് നടന്നൊരു നേതാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ കാണുന്നത് മുതൽ തന്നെ ഇടത് സഹയാത്രികനാണ്. എന്താണ് ഒരു മാറ്റം വരാൻ കാരണം? കോൺഗ്രസിലേക്ക് വന്നിട്ട് ഏതാണ്ട് 6 മാസം തികയാൻ പോവുകയാണ്. പെട്ടെന്ന് ഒരു സമയത്ത് പുറത്തേക്ക് വന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് വന്നതല്ല. ഇത്രയും വർഷമായിട്ട് പാർട്ടി നിന്നിട്ട് ഇതെങ്ങനെ പുറത്തു വരിക എന്നുള്ളതാണ്. പുറത്തു വരാൻ നിശ്ചയിച്ച ആളല്ല. അത് വളരെ ബോധപൂർവമായി എന്നെ ഒഴിവാക്കുക എന്നൊരു സമീപനമാണ്. ഇന്നിപ്പോൾ ഇവിടെ നെടുമങ്ങാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന, എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അദ്ദേഹം എടുത്തൊരു സമീപനം അങ്ങനെയായിരുന്നു. അതെൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിരവധിയായി എണ്ണം പറഞ്ഞാൽ ഈ നെടുമങ്ങാട് നിയോജകമണ്ഡലത്തിൽ തന്നെ എന്നെപ്പോലെ അങ്ങനെ സജീവമായി പ്രവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ ചെറുപ്പകാലം മുതൽ വിദ്യാഭ്യാസ കാലം മുതൽ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ നീണ്ട നിരയുണ്ട്. അത് ജില്ലയിൽ അതിൻ്റെ എണ്ണം നോക്കിയാൽ അതിൻ്റെ എത്രയോ ഇരട്ടി വരും. അപ്പോൾ അവരെല്ലാം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന സമീപനം. എന്നാൽ ഞാനെന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും എനിക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല എന്ന സമീപനമാണ് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നയാൾ കൈക്കൊണ്ടിട്ടുള്ളത്. നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നതല്ലേ? അപ്പം ആ അവസരങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാർട്ടിക്കുള്ളിൽ നിങ്ങൾക്ക് എതിർ ശബ്ദം ഉയർത്താൻ പറ്റാത്തത്? ഉൾപാർട്ടി തർക്കങ്ങൾ പാർട്ടിയിൽ തുടരുകയായിരുന്നു. അതിൻ്റെ ഒടുവിലാണ് ഇത്തരം നടപടികളിലേക്ക് വന്നത്. നമുക്കൊരു നേതാവ് കമ്മിറ്റിയിലോ അല്ലാതെ വന്ന് പറഞ്ഞൊരു റോസാപ്പൂ കാണിച്ചിട്ട് ഇത് ചെമ്പരത്തി പൂവാണെന്ന് പറഞ്ഞാൽ അത് അതുപോലെ അംഗീകരിക്കുന്നവർക്ക് പ്രശ്നമില്ല. അപ്പം അത് റോസാപ്പൂ കാണിച്ചാൽ റോസാപ്പൂവാണ് എന്ന് പറയുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യും? അതാണ് എൻ്റെ കാര്യത്തിലും ഉണ്ടായത് എന്നുള്ളതാണ് എനിക്ക്. അതിനെയാണ് ഈ കേഡർ സ്വഭാവം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കേഡർ സ്വഭാവവും നഷ്ടപ്പെട്ട
ഇതെല്ലാം ഒരു കോർപ്പറേറ്റ് കമ്പനികളെ പോലെ. ഇതൊരു സ്വകാര്യ സംരംഭമായി ഇന്ന് ആ പ്രസ്ഥാനം മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച ഏറ്റവും ശക്തനായ നേതാവായിരുന്നു അഡ്വക്കേറ്റ് പി രാമേന്ദ്രൻ നായർ. അദ്ദേഹത്തെ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് അകാരണമായി അദ്ദേഹത്തെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ തരം താഴ്ത്തുന്ന സമീപനം ഉണ്ടായി. അദ്ദേഹം പിന്നീട് മറ്റു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ വെഞ്ഞാറമൂട് ശശി അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് മേലുള്ള നടപടി ഒരു കാലത്ത് അതിശക്തനായ യുവജന രംഗത്തെയും പാർട്ടി രംഗത്തെയും ശക്തനായ നേതാവായിരുന്നു. എല്ലാവർക്കും സുപരിതനായിട്ടുള്ള എ പി സരിത്ത്. അദ്ദേഹം പിന്നെ മരണപ്പെട്ടു. എ പി സരിത്ത് ആ പ്രസ്ഥാനത്തിൻ്റെ ഏത് നിലവാരത്തിലും ഉയർന്നു വരാൻ കഴിയുന്ന ഒരു പ്രധാന കേഡറായിരുന്നു. അദ്ദേഹത്തെ അങ്ങനെ തടയപ്പെട്ട ഒഴിവാക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ. രാജ്യസഭാംഗമായിരുന്ന ശ്രീ എം ബി അച്യുതൻ, അദ്ദേഹം ഇന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗത്തുമില്ല. തിരുവനന്തപുരത്തെ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമായും സതീശൻ, മുൻ ഡെപ്യൂട്ടി മേയർ, ഹാപ്പി കുമാർ, മുൻ ഡെപ്യൂട്ടി മേയർ. നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് വന്നാൽ 18 വയസ്സിൽ മത്സരിച്ച് ജില്ലാ കൗൺസിൽ മെമ്പറായിട്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി വരെ എത്തിയ പി ബീന ഇന്ന് പാർട്ടിയിൽ എവിടെയൊക്കെയോ താഴെത്തലത്തിലുണ്ട് എന്നതിനപ്പുറം മുഖ്യധാരയിൽ എങ്ങും അവരെ ഉൾപ്പെടുത്തുന്നില്ല. നെടുമങ്ങാട് നഗരസഭയുടെ വൈസ് ചെയർമാനായിരുന്ന MC കെ നായർ, അദ്ദേഹം സർക്കാർ ജോലി രാജിവെച്ച് VRS എടുത്താണ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വന്നത്. ഇത് പാർട്ടിയിൽ പൊതുവിലുള്ള സമീപനമാണ്. അത് ഈ GR അനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പാർട്ടിയുടെ പൊതു സ്വഭാവമല്ല. ഇവര് ചേർന്നൊരു കോക്കസ് കുറച്ച് നാളുകളായി പ്രവർത്തിക്കുകയാണ്. ആ കോക്കസാണ് ഇത്തരം ആളുകളെ, ഒരു ജനകീയ സ്വാധീനമുള്ള ആളുകളെ, അല്ലെങ്കിൽ തന്നോടൊപ്പം നിൽക്കാൻ കഴിയുന്ന, തന്നെക്കാൾ ഉയർന്നു പോകാൻ കഴിയുന്ന ആളുകളെയല്ല. അപ്പം ഞാൻ പറഞ്ഞ നിരവധി, ഇപ്പോൾ 2 വൈസ് ചെയർമാന്മാരെ സംബന്ധിച്ച് MC കെ നായരടക്കം ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ വൈസ് ചെയർമാൻ, അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു നേതൃസ്ഥാനത്തുണ്ടോ? എവിടെ വന്നാലും ഈ നഗരസഭയിൽ ജയിക്കാൻ കഴിയുന്ന ആളാണ്. മുൻ നഗരസഭാ കൗൺസിലറായിരുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന ശ്രീ KA ബാഹുലേൻ, വിദ്യാഭ്യാസ കാലം മുതൽ AISFന്റെ സംസ്ഥാന നേതാവ് എന്നത് അടക്കം ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിലില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് SM റാസി, അദ്ദേഹം ഈ പ്രസ്ഥാനത്തിലില്ല. 4 തവണ കൗൺസിലറായി വിജയിച്ചിട്ടുള്ള ശ്രീ NR ബൈജു, ഈ പ്രസ്ഥാനം വിട്ടുപോകേണ്ട സാഹചര്യമാണ്. അങ്ങനെ കോലിയക്കോട് ശ്രീ N ദാമോദരൻ നായർ, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു, സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു, സഹകരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകാരി കൂടിയായിരുന്നു. അദ്ദേഹത്തെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ശിവൻകുട്ടി നായർ CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. തങ്കപ്പൻ നായർ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. പേരെടുത്ത് പറയാൻ കഴിയുന്ന ഒരു 50 പേര് വേണമെങ്കിൽ ഇപ്പോ എണ്ണി പറയാൻ കഴിയുന്ന ഈ പേരുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും പേരുകാര് ഈ അവഗണന നേരിട്ടു എന്ന് പറയുമ്പോൾ അവർ ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇവരെല്ലാം ഇന്നിരിക്കുന്ന അനുഭവിക്കുന്ന മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ MLA സ്ഥാനവും ചെയർമാൻ സ്ഥാനവും എല്ലാം നേടിയെടുക്കുന്നതിന് അഹോരാത്രം ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവര് അകാരണമായി ഏതൊരു ഇതുമില്ലാതെ പുറത്താക്കിയിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ശക്തമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയ CPI എന്ന ജില്ലയിൽ അതിൻ്റെ ഏറ്റവും സംഘടനാപരമായി ദൗർബല്യം നേരിടുന്ന, ഏറ്റവും തകർച്ചയിലേക്ക് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അതിലേറ്റവും വലിയ തെളിവ് നമുക്ക് കാണാൻ കഴിയും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ പകുതിയിലധികം പഞ്ചായത്തുകളിൽ CPIക്ക് പ്രാതിനിധ്യമില്ല. ചിലപ്പോഴെല്ലാം ഞാൻ ദീർഘകാലം സംസ്ഥാന കൗൺസിലിലും ജില്ലാ കൗൺസിലിലും ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ ട്രഷററായും എല്ലാം പ്രവർത്തിച്ച ഈ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകരിൽ, പാർട്ടി കേഡർമാരിലൊരാളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുമ്പോൾ 1-2 പഞ്ചായത്തിൽ ചിലപ്പോൾ പ്രാതിനിധ്യം ഇല്ലാതെ വരും. 5 മാറും 3 4 1 2 എന്നുള്ള നിലയിൽ എല്ലാ പഞ്ചായത്തുകളിലും പ്രാതിനിധ്യമുള്ള, ജനാധിപത്യ പ്രാതിനിധ്യമുള്ള, പാർലമെന്ററി പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായ തലയെടുപ്പോടുകൂടി ഇന്ന് പ്രസ്ഥാനം അതിൻ്റെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് ഇന്ന് നേരിടുകയാണ്. ഈ എന്ത് തരം അഴിമതി ആരോപണത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ഇത്രയും ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടാവണമല്ലോ പാർട്ടിക്ക്. അപ്പോൾ പാർട്ടിക്ക് തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരാൾ പുറത്തു പോകേണ്ടി വരില്ല. എന്ത് തരം അഴിമതി ആരോപണത്തിന്റെ പേരിലാണ് പുറത്ത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ളൊരു പാർട്ടിയായി CPI എന്ന് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി. തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയെ നയിക്കുന്നത് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന മന്ത്രി കൂടിയായിട്ടുള്ള ആളാണ്. പിണിയാളുകൾ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള ആളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം അഴിമതി നടത്തുകയാണ്. അത് ഭരണപരമായ അഴിമതി ഒരു ഭാഗത്തുണ്ടെങ്കിൽ
പാർട്ടിക്കുള്ളിൽ സാധാരണ പാർട്ടി പ്രവർത്തകർ വീടുകളിൽ കയറി പിരിച്ചു നൽകുന്ന ചെറിയ ചെറിയ തുക പോലും ഇന്ന് വലിയ തോതിൽ പാർട്ടി പണം പോലും അത് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ ഇന്നലകളിൽ നടക്കാത്ത അതിഗുരുതരമായ സംഭവങ്ങളാണ് പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരുന്നത്. അതിനെ ചോദ്യം ചെയ്താണ് എന്നെ സംബന്ധിച്ച് എൻ്റെ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6.5 കോടിയിലധികം രൂപ വരവും 6 കോടിയിലധികം രൂപ ചെലവുമുള്ള കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലെ കണക്കിൽ വലിയ ക്രമക്കേട് കണ്ടുപിടിക്കപ്പെട്ടു. പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അംഗീകരിച്ചാണ് പാർട്ടി സമ്മേളനത്തിലേക്ക് കണക്ക് വെക്കുന്നത്. എന്നാൽ CPIയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സമ്മേളനത്തിൽ കണക്ക് അവതരിപ്പിച്ച് പ്രതിനിധികളുടെ അംഗീകാരം നേടാത്ത ഒരു സമ്മേളനം കഴിഞ്ഞ ജില്ലാ സമ്മേളനം. അപ്പൊ ഇതിനെ ചോദ്യം ചെയ്താണ് എൻ്റെ നടപടി വേഗത്തിലാക്കിയത്. സമ്മേളനം കഴിഞ്ഞ് വീണ്ടും കമ്മിറ്റി കൂടിയാൽ ഇതിൽ ചോദ്യം വരും, അതിൽ മറ്റാളുകൾ ഇടപെടും, കൂടുതൽ ആളുകൾ അതിനകത്ത് പ്രതികരിക്കും, ഇവർക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതിൽ പറഞ്ഞ മറ്റൊരു പ്രധാന കാരണം തിരുവനന്തപുരത്ത് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് സ്ഥലം വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ വേണ്ടത്ര സുതാര്യമല്ല, അതിലും അഴിമതി ഉണ്ട്. അതിൻ്റെ സബ് കമ്മിറ്റി ഇതിനെല്ലാം വെച്ച് ആലോചിച്ചിട്ടാണ് അതിൻ്റെ രീതി അനുസരിച്ച് അതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അവ നടന്നിട്ടില്ല. അതിലും ദശലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട്. ഇതെല്ലാം ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് വളരെ പെട്ടെന്ന് എൻ്റെ നടപടി വേഗത്തിൽ പല ഘട്ടങ്ങളിലാക്കി 3-4 ഘട്ടമായിട്ടാണ് എന്നെ നടപടി സ്വീകരിക്കപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു വകുപ്പാണ് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ്. എന്തെല്ലാം അഴിമതി പുറത്തു വന്നു ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഏലക്ക അഴിമതി, സഞ്ചി വാങ്ങിയതിൽ അഴിമതി, പർച്ചേസിൽ അഴിമതി, അതുപോലെ തന്നെ അരിമില്ലുകളുമായി ബന്ധപ്പെട്ട അഴിമതി, നിരവധിയായ അഴിമതികൾ ഈ കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. കേരളത്തിലെ വകുപ്പുകളിൽ ഏറ്റവും കൂടുതൽ അഴിമതി ഉണ്ടാക്കുന്ന വകുപ്പ് ലീഗൽ മെട്രോളജി വകുപ്പാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി, ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അദ്ദേഹം മന്ത്രിയാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഇടയ്ക്ക് വെച്ച് മാറ്റപ്പെട്ടു. ആ മാറ്റപ്പെട്ടതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അദ്ദേഹം ഇതുപോലെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഭരണപരമായ കാര്യങ്ങളിൽ സഹായിക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ അത് നിർവഹിക്കുന്നതിനപ്പുറം, മന്ത്രിക്ക് വേണ്ടി നിർവഹിക്കുന്നതിനപ്പുറം അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ അത് ചെയ്യാത്തതിൻ്റെ പേരിലാണ് എന്നൊരു പൊതുചർച്ച പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ടാണ് പുറത്താക്കുന്നത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്? എന്നെ നടപടി സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് എൻ്റെ പേരിൽ ഒരു ആരോപണവുമില്ല. എനിക്ക് തന്ന കത്തിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പരസ്യ പ്രതികരണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങളെ കണ്ടു, സ്വാഭാവികമായി മാധ്യമങ്ങൾ കണ്ട ശരിയാണ്. മാധ്യമങ്ങൾ സമ്മേളന സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഞാൻ പുറത്തേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾ വന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, പാർട്ടി നേതൃത്വമാണത് പറയേണ്ടത്. എന്നെ ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് എന്നെ ഒഴിവാക്കുക എന്നുള്ളത് കരുതിക്കൂട്ടിയുള്ള ഒരു അജണ്ടയായിരുന്നു. ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതിക്കെതിരായിട്ടുള്ള നിയമനങ്ങളിലെ അഴിമതി, സ്ഥലമാറ്റങ്ങളിലെ അഴിമതി, അതുപോലെ പല തരത്തിലുള്ള വമ്പൻ അഴിമതിയും ഇവർ ചില ആളുകളെല്ലാം ചേർന്ന് നടത്തുന്നു. അത് പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ നടപടി വേഗത്തിലാക്കിയത്. എനിക്ക് തന്ന കത്തിന് വളരെ കൃത്യതയോടുകൂടി ഞാൻ മറുപടി കൊടുത്തു. അതിനുശേഷം എനിക്ക് തന്ന കത്ത് ചാരിറ്റി പ്രവർത്തനമാണ്. മീനാങ്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു, അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അത് പാർട്ടി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ പാടില്ല? പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല. ചാരിറ്റി പ്രവർത്തനം എല്ലായ്പ്പോഴും നമ്മളെ സംബന്ധിച്ച് നടത്തുന്ന ഒന്നാണ്. അത് പ്രസ്ഥാനം എന്നുള്ള നിലയിലും വ്യക്തിപരമായും അതുപോലെ തന്നെ ചുറ്റും നിൽക്കുന്ന സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് നിരവധി സന്ദർഭങ്ങളിൽ അത് നമ്മുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എൻ്റെ നാട്ടിലൊരു കുടുംബം 3 മക്കളാണ്, ചെറിയ കുട്ടികളാണ്. അവരൊരു സ്ത്രീ തൊഴിലാളി കൂടിയാണ്. അവർ ആ തൊഴിലിനിടയിൽ ചുമടെടുത്ത് പോകുമ്പോൾ കാല് തെറ്റി വീണ് അവരുടെ കഴുത്ത് പൊട്ടി വളരെ സമയം മെഡിക്കൽ കോളേജിൽ കിടന്നു. പിന്നീട് അവർ മരണപ്പെട്ടു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി വെച്ച വീടിൻ്റെ ജോലി പകുതിയായപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾ കൂടി ആലോചിച്ചാണ് ചെയ്തത്, ആ കുട്ടികൾക്കൊരു വീട് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ അതിന് പണി പൂർത്തിയാക്കുന്നതിന് എത്ര രൂപ ചിലവ് വരും എന്നതിനെ സംബന്ധിച്ച് അവരുടെ ഒരു അടുത്ത ബന്ധവും കുട്ടികളും ചേർന്നൊരു ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടാക്കി ആവശ്യമായ പണം സമാഹരിച്ച് അവിടെ ഒരു പൊതുവേദിയിൽ വെച്ച് അത് കൈമാറുന്ന സാഹചര്യമുണ്ട്. അതൊരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. എത്രയെത്ര ചാരിറ്റി പ്രവർത്തനം കോവിഡിന്റെ കാലത്ത് വ്യാപകമായ നിലയിൽ കുട്ടികളെ സഹായിക്കാൻ, വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഓൺലൈൻ പഠനമാണ്, TV
കൊടുക്കുക, അതുപോലെ തന്നെ ടാബ് കൊടുക്കുക, മൊബൈൽ ഫോണുകൾ കൊടുക്കുക. 100 കണക്കിന് വിദ്യാർത്ഥികളെ ആ നിലയിൽ നമുക്ക് സഹായിക്കാൻ കോവിഡിൻ്റെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ലതല്ലേ? അല്ല, അത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾ ചെയ്തു വരുമ്പോൾ അപ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം, ഒരു പൊതുവേദി ഉണ്ടാകണം. അവിടെ രാഷ്ട്രീയമില്ല, ജാതി മത പ്രാദേശിക വ്യത്യാസങ്ങളില്ല. അങ്ങനെയാണ് അത് രൂപീകരിച്ചത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അന്ന് രജിസ്റ്റർ ചെയ്യണം. അത് കൂടുതൽ ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ കൂടുതൽ ആളുകളുടെ സഹകരണത്തോടു കൂടി കൂടുതൽ ആളുകളെ അത് വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോയത്. പക്ഷേ അതിന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിൽ നിന്ന് പിന്മാറണം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എത്രത്തോളം പ്രതിബദ്ധത അവശത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന താഴെത്തട്ടിലുള്ള ജനങ്ങളോടുണ്ട് എന്നുള്ളത് നമുക്ക് നന്നായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതെന്തുകൊണ്ടായി മീനാങ്കൽ കുമാർ GR അനിലിനെക്കാളും വളർന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ്? തീർച്ചയായും എന്നെ സംബന്ധിച്ച് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഔദ്യോഗികമായ പാനലിൽ ഉൾപ്പെട്ടിരുന്ന ആളാണ്. അത് 2 തവണയും പല പല കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ഇദ്ദേഹം മത്സരിക്കുമ്പോൾ തന്നെ അവിടെ ചില തർക്കങ്ങളുടെ എല്ലാം ഒരു സ്വഭാവത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ പേര് ഉയർന്നു വന്നത്, എൻ്റെ പേര് പാനലിലേക്ക് വന്നത് ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ സ്ഥാനാർത്ഥിയായോ പാനലിലോ ഉൾപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണം, പകരം പാനലിൽ അവിടുത്തെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ആളിനെ ഉൾപ്പെടുത്തണമെന്ന് പേര് നിർദ്ദേശിച്ച് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ സാന്നിധ്യത്തിൽ, സംസ്ഥാന നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ പൂർണ്ണ അർത്ഥത്തിൽ കൂടിയ ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് ഞാനത് വ്യക്തമാക്കിയത്, പരസ്യമായി പറഞ്ഞത്. എന്നിട്ട് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരത്രം ഇടപെടാൻ കഴിഞ്ഞു. അത് പാർട്ടി കമ്മിറ്റി വിലയിരുത്തിയിട്ടുമുണ്ട്. പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് പ്രചാരണം. ശരിക്കും പുറത്താക്കിയതാണോ? തീർച്ചയായും അതൊരു അജണ്ടയായിരുന്നു. അതവർ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി. സെപ്റ്റംബർ 12 ആലപ്പുഴയിൽ നിന്ന് തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. അത് കഴിഞ്ഞ് ഒക്ടോബർ 4-5 തീയതികൾ പാലക്കാട്ട് AITUCയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കെ തിരുവനന്തപുരത്ത് കൂടിയ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്ന് എന്നെ ഒഴിവാക്കി. പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഒക്ടോബർ മാസം 14 കൂടി ഞാൻ രാവിലെ തിരുവനന്തപുരത്ത് KSIയിൽ AITUCയും INTUCയും STUവും CITUം എല്ലാം ചേർന്നൊരു സംയുക്ത സമരം തൊഴിലാളികൾ ഉദ്ഘാടനം ചെയ്ത്, അതാണ് എൻ്റെ അവസാനത്തെ ഒരു സമരമോ അല്ലെങ്കിൽ അവസാനത്തെ ഒരു പാർട്ടി പരിപാടിയോ എന്ന് പറയും. ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് ഏതാനും മണിക്കൂർ കഴിയുന്ന സന്ദർഭത്തിലാണ് മാധ്യമങ്ങൾ വന്നിങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കൊരു വിവരവുമില്ല, എനിക്കൊരു നോട്ടീസ് തന്നിട്ടില്ല, ഒരു അറിയിപ്പുമില്ല. അറിയിപ്പ് വരട്ടെ, അപ്പം ഞാൻ പ്രതികരിക്കാം. ഞാനന്ന് AITUCയുടെ ജില്ലാ കൗൺസിൽ യോഗം വിളിക്കണം എന്നാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തൊട്ടടുത്ത ദിവസം തന്നെ AITUCയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും എന്നെ അവർ കാരണമായി ഒഴിവാക്കി. ഞാൻ വിളിക്കേണ്ട AITUCയുടെ ജില്ലാ കൗൺസിൽ യോഗം നേരിട്ട് ഞാൻ അറിയാതെ ജില്ലാ പ്രസിഡന്റിനെ കൊണ്ട് വിളിച്ചു ചേർക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പ്രവർത്തിച്ചിരുന്ന തമ്പാനൂരിലെ ഓഫീസ് രാത്രിയിൽ പ്രത്യേകമായി പൂട്ട് കൊണ്ടുവന്ന് പൂട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ ജില്ലാ സെക്രട്ടറിയായി വരുമ്പോൾ 2 നിലകൾ പ്രവർത്തിച്ചിരുന്ന ഒരു നില 1600 സ്ക്വയർ ഫീറ്റുള്ള ഓഫീസ് ശ്രീ KP ശങ്കരദാസ് RSPയുടെ നേതാവ് CPIയിലേക്ക് വരുമ്പോൾ സംഭാവന ചെയ്ത ഓഫീസാണ്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഓഫീസ്. അദ്ദേഹം പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തായി. ഇപ്പോൾ സഖാവ് C ദിവാകരൻ പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ലാതെ നിൽക്കുന്നത് പോലെ അതെല്ലാം ഒതുക്കപ്പെട്ടതും ഒഴിവാക്കപ്പെട്ടതും ആണ് ഒരുപാട് നേതാക്കന്മാർ, KE പോലെ ഉള്ള നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നൽകിയ ഓഫീസാണ്. ആ ഓഫീസ് ഞാൻ വരുമ്പോൾ വളരെ ഒരു ദയനീയമായ ഒരു ഓഫീസ് പ്രവർത്തനത്തിന് ഫംഗ്ഷൻ ചെയ്യുന്നതിന് ആവശ്യമായ സാഹചര്യമില്ല. എപ്പോഴും അതിങ്ങനെ ചോർന്ന് ഒലിച്ച് അതിൻ്റെ കോൺക്രീറ്റൊക്കെ ഇളകി വീണ് ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ആ ഓഫീസ് ഞാൻ പുതുക്കി പണിതതിന് ശേഷമാണ് അവിടെ ജില്ലാ സെക്രട്ടറിയായി ഞാൻ ഇരുന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത്. അതിന് 10 ലക്ഷത്തോളം രൂപ അന്ന് പെട്ടെന്ന് സമാഹരിച്ച്, തൊഴിലാളികൾ നൽകിയ പണമാണ്. AITUCയെ സംബന്ധിച്ച്, ജില്ലയിലെ AITUCയെ സംബന്ധിച്ച് പൊതുവായി പുറത്തുനിന്ന് ഒരു മുതലാളിമാരിൽ നിന്ന് പണപ്പിരിവില്ല. അതെല്ലാം തൊഴിലാളികൾ തരുന്ന ചെറിയ അവരുടെ അധ്വാനത്തിൻ്റെ, അവരുടെ വിയർപ്പിൻ്റെ, അവരുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം കൊണ്ടാണ് ഈ എല്ലാ സമരങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും.
അടിക്കടി സമരങ്ങളും പ്രക്ഷോഭങ്ങളും. ഒരു പ്രസ്ഥാനത്തിനും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ സമരം നടത്തിയ തൊഴിലാളി പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ആ പ്രസ്ഥാനമായിരിക്കും. അങ്ങനെയാണ് എന്നെ 4 ഘട്ടങ്ങളിലായിട്ടാണ് പൂർണ്ണമായും നടപടി സ്വീകരിച്ച് ഒഴിവാക്കപ്പെട്ടത് അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടത്. നെറ്റിയിലെ പാടൊക്കെ അടികിട്ടിയതിന്റെ പാടുകളാണോ? അതെന്ത് സമരമായിരുന്നു? സമരങ്ങൾ നിരവധി ഉണ്ട്. നമുക്ക് എല്ലാം ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലും സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ. ഓ ഓ, അന്ന് കോൺഗ്രസ്സുകാരുടെ ഭരണമായിരുന്നു. അതെ, അപ്പോഴായിരുന്നു. കടുത്ത മർദ്ദനമേറ്റ് ഞാൻ മാസങ്ങളോളം ചികിത്സയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. അന്ന് എന്നെ അടിച്ച് അവശനാക്കി. ഞാൻ പിന്നീട് അറിഞ്ഞു കേട്ടതാണ്. എൻ്റെ ഓടയ്ക്ക് സൈഡിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ കിടക്കുന്നൊരു സ്ഥിതി വന്നു. അവിടെ നിന്നാണ് എന്നെ ആംബുലൻസിലേക്ക് അവിടെ ബോധമില്ല നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ കൊണ്ടുവന്നു. പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്രൂരമായ മർദ്ദനമാണ്. അവിടെ മാത്രമല്ല നിരവധി സമരങ്ങളിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. അപ്പോൾ ആ സമരം കൂടുതൽ കാലം ആശുപത്രിവാസവും പിന്നീട് വന്നിട്ട് മറ്റ് ആയുർവേദ ചികിത്സയും എല്ലാം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രയാസങ്ങൾ ഇപ്പോഴും എനിക്കും അതുപോലെ തന്നെ മർദ്ദനം കിട്ടിയ ആളുകൾക്കുമെല്ലാം നമ്മുടെ സഹപ്രവർത്തകരായിരുന്ന പല ആളുകൾക്കും അതിൽ കൂടുതൽ ഗുരുതരമായി ഞങ്ങൾക്ക് 1, 2, 3 പേർക്കാണ്. ഓച്ചൽ സുധീറിനെ പോലുള്ള ആളുകൾക്കാണ് കൂടുതൽ മർദ്ദനം അതിനകത്ത് ഏൽക്കേണ്ടി വന്നത്. അപ്പോൾ എന്നെ വണ്ടിയിൽ നിന്ന് ആംബുലൻസിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ എൻ്റെ പുറത്ത് വസ്ത്രങ്ങളെല്ലാം കീറി ഒരവസ്ഥയുണ്ടായിരുന്നു. പ്രസ്ഥാനത്തിന് പതാക എടുത്ത് മൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന ചില ആളുകൾ പരസ്പരം പറഞ്ഞു നാളെന്തായാലും തീർന്നു എന്ന് പറഞ്ഞ ഒരു സന്ദർഭം പിന്നീട് ഞാൻ പാർട്ടി ഓഫീസിലേക്കായിരുന്നു പറയുന്നത് അറിയുകയും കേൾക്കുകയും ചെയ്തതാണ്. അങ്ങനെ കൊടിയ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. തല്ലുകൊള്ളുക എന്ന് പറയുന്നത് അതൊരു നല്ല ഒരു സുഖമായ കാര്യമല്ല. പലരെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നും ഒരു ത്യാഗവും സഹിക്കാത്ത, ഇങ്ങനെ ഒരു മർദ്ദനം ഏൽക്കാത്ത ആളുകളാണ് ഇത് പലയിടത്തു നിന്നിപ്പോൾ എത്തി നിൽക്കുന്നത്. കുറച്ചു കാലമായുള്ളൂ കോൺഗ്രസിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ജനാധിപത്യ സ്വഭാവമുണ്ട്. അതിന്റെ ചില തല്ലുകൂടിയൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് പൊതുവിൽ. പക്ഷെ ഇപ്പോൾ ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിൽ കോൺഗ്രസ് ഇലക്ഷനെ നേരിടുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്തേക്ക് വന്നപ്പോൾ എന്താണ് അവിടുന്ന് വന്ന് എന്ത് തരം സ്വഭാവമാണ് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ്? പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുകയും പരസ്പരം ഇടപഴകുകയും ഓരോരുത്തരുടെയും പ്രശ്നങ്ങളിൽ തൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് കണ്ട് തൻ്റെ സഹപ്രവർത്തകൻ്റെ പ്രശ്നങ്ങൾ ഇടപെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് മാറി, ആ പ്രസ്ഥാനത്തിൽ മാറി. അപ്പം അവിടെ അങ്ങനെ ഒരു വലിയ ശ്വാസം മുട്ടലാണ്. ഞാനും എന്നോടൊപ്പം വന്ന ആളുകളും എനിക്ക് ശേഷവും അതിനു മുമ്പും എല്ലാം ഈ പ്രസ്ഥാനം വിട്ടുപോയവർ അനുഭവിച്ചിരുന്നു. ഇപ്പുറത്ത് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു തുറന്ന സമീപനമാണ്. വളരെ സ്നേഹത്തോടു കൂടി വളരെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പൊതുപ്രസ്ഥാനം എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം, അതിപ്പോൾ ഉയർന്ന നേതാക്കളാകട്ടെ ഏറ്റവും താഴെ തലത്തിലുള്ള പ്രവർത്തകരാകട്ടെ, വലിയ പിന്തുണയാണ് എനിക്കും എന്നോടൊപ്പം വന്നവർക്കും ഇതിനൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ചോദിക്കാൻ ശ്രമിക്കുക. ഈ സാധാരണ രീതിയിൽ കോൺഗ്രസിന്റെ വേദികളിൽ കുറേ പേര് ഇരിക്കേണ്ടി വരാറുണ്ട്. നമ്മൾ മറ്റു വേദികളിലൊക്കെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് കാണുക. എനിക്ക് പലപ്പോഴും വ്യക്തിപരമായിട്ട് ഈ ലൂസ്ഡ് ആയിട്ടുള്ള സ്വഭാവം ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളെക്കാളും കുറച്ചുകൂടി ജനാധിപത്യം ഇപ്പുറത്താണെന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷെ ഞാൻ പുറത്തു നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അറിഞ്ഞൂടാ. ഇപ്പൊ അകത്തേക്ക് വന്നപ്പോൾ എന്താ തോന്നുന്നത്? അതൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് കോൺഗ്രസിനുണ്ട്. പറയുന്നത് പോലെ കോൺഗ്രസിനകത്ത് തമ്മിൽ ഗ്രൂപ്പിസമാണ്, തമ്മിൽ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടി, ഒരു ജനാധിപത്യ പാർട്ടി, ഏറ്റവും വലിയൊരു ജനാധിപത്യ മതേതര പാർട്ടി എന്നുള്ള നിലയിൽ അവിടെ അഭിപ്രായം പറയാം, അകത്തും പറയാം, ചിലതൊക്കെ പുറത്തും പറയാം എന്ന ഒരു രീതി ഉണ്ടെങ്കിലും അതെല്ലാം കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം ഒരു തീരുമാനമെല്ലാം എടുത്താൽ ഒറ്റക്കെട്ടായി പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളുമെല്ലാം പ്രചരിപ്പിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് ഇല്ല. കോൺഗ്രസ് പ്രസ്ഥാനം ഇന്നിപ്പോൾ രാജ്യത്തൊരു ബദൽ ഉയർത്താൻ കഴിയുന്നത് ഇത് BJP ഭരണകൂടവും അതിൻ്റെ സഖ്യശക്തികളായിട്ടുള്ള സംഘപരിവാർ ശക്തികളും ഇന്ന് ഉയർത്തുന്ന വലിയ വെല്ലുവിളിയാണ്. അത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി അതുപോലെ തന്നെ ദളിത് ജനവിഭാഗങ്ങൾക്കെതിരായി എല്ലാം ഉയർത്തുന്ന ഒരു വലിയ വേട്ടയും, അതുപോലെ തന്നെ അവരെ കൊന്നൊടുക്കുന്ന പള്ളികൾ തകർക്കപ്പെടുന്ന, മുസ്ലിം പള്ളികൾ തകർക്കപ്പെടുന്ന, ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെടുന്ന, ദളിത് വിഭാഗങ്ങളെ കൊന്നൊടുക്കുന്ന ഇത്തരം സമീപനങ്ങളും ആ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടു കൂടിയാണ് രാജ്യത്ത് നടപ്പിലാക്കുക. അത് മുന്നോട്ട് പോകുമ്പോൾ
അതിനെതിരായി രാജ്യത്തൊരു ബദൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിക്കും മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പല സന്ദർഭങ്ങളിലും നമുക്ക് തെളിയിക്കാൻ കഴിയും. ഭാരത് ജോഡോ യാത്രയെല്ലാം നോക്കുമ്പോൾ സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആവേശം, അതിൻ്റെ പങ്കാളിത്തം എല്ലാം നമുക്ക് കാണാൻ കഴിയും. തനിക്കെതിരായി, തൻ്റെ മാതാവിനെതിരായി, തൻ്റെ കുടുംബത്തിനെതിരായി എല്ലാം ഈ ഭരണകൂടം ഉയർത്തുന്ന എല്ലാ കള്ളക്കേസുകളെയും തെറ്റായ നടപടികളെയും അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ്. അങ്ങനെ ഒരു നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ബദൽ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കാൻ എന്നില്ല. കോൺഗ്രസിന് വലിയ മഹത്തായ പാരമ്പര്യമുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഉജ്ജ്വലമായ പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യത്തുണ്ടാക്കിയ മാറ്റങ്ങൾ ലോകരാഷ്ട്രങ്ങളിടയിൽ ഇന്ത്യയെ ഒരു പ്രധാന ഒരു യശസ് ഉള്ള ഒരു രാജ്യമാക്കി ഉയർത്തിയത്. നമുക്ക് ഒരു ഉദാഹരണം പറയാം. വലിയ സാമ്പത്തിക തകർച്ച രാജ്യത്ത് ഉണ്ടായത് നമ്മുടെ മുമ്പിലുണ്ട്. ആ സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നത് ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ 1969 ബാങ്ക് ദേശസൽക്കരണം അടക്കമുള്ള നടപടികൾ. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി എടുത്തൊരു ഇച്ഛാശക്തി, സ്വന്തം ഒപ്പമുണ്ടായിരുന്ന ധനകാര്യമന്ത്രിയെ മാറ്റിക്കൊണ്ടാണ് ആ ഒരു തീരുമാനമെടുത്തത്. അത് രാജ്യത്തിൻ്റെ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും എല്ലാം മാറ്റുന്നതിന് വേണ്ടി തൊഴിൽദാന പദ്ധതികളും പഞ്ചവത്സര പദ്ധതികളും ഉൾപ്പെടെയുള്ള പല മാറ്റങ്ങൾക്കും ഏറ്റവും ഒടുവിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അടക്കം രാജ്യത്തിന് ഈ ഉണ്ടായ മാറ്റങ്ങളുടെ പിന്നിൽ ഒരു വലിയ ചാലകശക്തിയാവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന വർഗീയതയും അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ചയും രാജ്യത്ത് കണ്ണുവെച്ച് മുൻ ഭരണാധികാരികൾ, കോൺഗ്രസ് ഭരണാധികാരികൾ കൊണ്ടുവന്ന എല്ലാം വിറ്റുതുലച്ച് രാജ്യത്തെ സാമ്പത്തിക അടിമത്തത്തിലേക്കും തുടർന്ന് രാജ്യത്തെ ജനാധിപത്യ അടിമത്തത്തിലേക്കും പോകുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് തിരിച്ചു വരണം എന്ന് രാജ്യവ്യാപകമായി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉജ്ജ്വലമായ വിജയം നേടാൻ പോകുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ഒന്നാമത്തെ രാഷ്ട്രീയ മുന്നണിയായി UDF മാറിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ശരിക്കും ഇതിനകത്തേക്ക് പരിഗണിക്കേണ്ടതില്ല എന്നാണ് പലപ്പോഴും പാറ്റേണിന്റെ വ്യത്യാസം, വോട്ടിംഗ് പാറ്റേൺ രണ്ടും രണ്ടാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അതും നമുക്ക് പറയാം. എങ്കിലും ഇന്ന് ഈ കഴിഞ്ഞ 10 വർഷം കാലം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ ഗവൺമെന്റിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഇന്ന് നന്നേ പ്രയാസപ്പെടുകയാണ് സാധാരണക്കാർ. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന മന്ത്രി പൊതുവിതരണ വകുപ്പിന്റെ മന്ത്രിയാണ്. പൊതുവിതരണ വകുപ്പിനെ സംബന്ധിച്ച് റേഷൻ കടകളിൽ പുതിയതായി ഒന്നും ഇപ്പോൾ ഇല്ല. കേന്ദ്രം തരുന്ന കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് പകർന്നു കൊടുക്കുക എന്നതിനപ്പുറം ഭക്ഷ്യവകുപ്പിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പൊതുവിതരണ രംഗത്ത് ഏറ്റവും കൂടുതൽ പരാതി കേട്ട കാലമാണ് 5 വർഷക്കാലത്തെ. മാവേലി സ്റ്റോറുകളിൽ ഔട്ട്ലെറ്റിൽ പോയാൽ മെച്ചപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടാത്തൊരു സാഹചര്യം ഈ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് ഈ കാലയളവാണ്. 5 വർഷക്കാലം. ഓണക്കാലത്ത്, ഉത്സവകാലത്ത്, റംസാൻ കാലത്ത്, ക്രിസ്മസ് കാലത്ത് ഏതൊരു തരത്തിലും ജനങ്ങൾക്കൊരു പ്രയോജനമില്ല. ഇന്നിപ്പോൾ മാവേലി സ്റ്റോറുകളിലെ പല സാധനങ്ങളും പൊതുവിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വില വർധനവാണ്. ആ നിലയ്ക്ക് ഇന്ന് മാവേലി സ്റ്റോർ മാറിയിരിക്കുകയാണ്. വെളിച്ചെണ്ണയുടെ വില 500 രൂപയ്ക്കടുത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില 500 രൂപ എന്ന് പറയാൻ, അല്ലെങ്കിൽ വില വർധനവ് എന്ന് പറയാൻ, ഇത് പിടിച്ചു നിർത്താൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് ഗുണകരമായ നിലയിൽ ആ ജനപ്രതിനിധിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരു ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ആവശ്യം ഈ കേരളത്തിലുണ്ടോ എന്നത് പുനഃപരിശോധിക്കേണ്ട സമയമാണ് 5 വർഷക്കാലത്തെ. ഈ മണ്ഡലത്തിലേക്ക് വന്നാൽ ഇപ്പോൾ അരുവിക്കരയിലാണ് ഒരു പക്ഷേ സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് നെടുമങ്ങാടേക്ക് മണ്ഡലം മാറുന്നുണ്ട്. അപ്പം നെടുമങ്ങാട് മണ്ഡലം പരിചയമുള്ള മണ്ഡലമാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം അങ്ങനെയാണ് എതിരാളികൾ പോലും പറയുന്നത്. നെടുമങ്ങാടേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. നെടുമങ്ങാട് മണ്ഡലവുമായി എനിക്ക് നല്ല ബന്ധമുണ്ട്. കാരണം ഞാനൊരു ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ചുമതല യുവജന രംഗത്ത് ആ പ്രവർത്തനങ്ങൾ വഹിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് നെടുമങ്ങാടാണ് കേന്ദ്രീകരിക്കപ്പെട്ടത്. അരുവിക്കര പോലെ കേന്ദ്രീകരിക്കപ്പെട്ട മറ്റൊരു സ്ഥലമാണ് നെടുമങ്ങാട്. നെടുമങ്ങാടിൽ കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേക ചുമതലക്കാരനായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിൽ. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ പരിചയം ഇടതുപക്ഷ പ്രവർത്തകരുടെ ഇടയിൽ എനിക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ജനങ്ങളുടെ ഇടയിൽ ഇപ്പം ഞാൻ വിവിധ വിഭാഗം തൊഴിലാളികളെ
സംബന്ധിച്ച് A2C എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന് ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി. കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനമുള്ളൊരു ജില്ലയായി A2C തിരുവനന്തപുരം ജില്ലയാണ്. അതിനെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അവിടെ എല്ലാ വിഭാഗം തൊഴിലാളികൾ, ഇപ്പോൾ ഓട്ടോറിക്ഷ ഓട്ടിക്കുന്ന തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, ഫാക്ടറി തൊഴിലാളികൾ, അതുപോലെ എല്ലാ മേഖലയിലെയും, ഇപ്പോൾ തിരുവനന്തപുരത്ത് എറണാകുളം കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങൾ, ബെർമോസ് ആകട്ടെ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ആകട്ടെ, അതുപോലെ മിൽമയാകട്ടെ, അതുപോലെ എല്ലാ മേഖലയിലും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇലക്ട്രിസിറ്റി തൊഴിലാളികൾ, ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ, സപ്ലൈകോയിലെ തൊഴിലാളികൾ, അങ്ങനെ 100-ലധികം വരുന്ന യൂണിയനുകളുടെ ഏതാണ്ട് 2 ലക്ഷത്തിലധികം വരുന്ന അംഗബലമുള്ള യൂണിയനുകളെ ആകെ നിയന്ത്രിച്ചിരുന്നു ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ. എനിക്ക് ആ തൊഴിലാളി വിഭാഗങ്ങളുടെ ഇടയിൽ നല്ല ബന്ധമുണ്ട്. ഈ പറഞ്ഞ തൊഴിലാളികളുടെ എല്ലാ മേഖലയിലെയും തൊഴിലാളികൾ ഇവിടെയുമുണ്ട്. 100 കണക്കിന് 1000-കണക്കിന് തൊഴിലാളികൾ ഈ മണ്ഡലത്തിലുമുണ്ട്. അവരും അവരുടെ കുടുംബങ്ങളുമായി എനിക്ക് ബന്ധമുണ്ട്. അവരോടൊപ്പം നിൽക്കുന്ന മറ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ട്. തൊഴിലാളി പ്രസ്ഥാനം, അതിൻ്റെ പ്രവർത്തനം രാഷ്ട്രീയത്തിന് അതീതമാണ്. ആ കൂട്ടുകെട്ട് രാഷ്ട്രീയത്തിന് അതീതമാണ്. തൊഴിലാളികൾ അവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവൻ സഞ്ചരിക്കേണ്ട പാത, അതിൻ്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി അവിടെ എല്ലാവരും രാഷ്ട്രീയത്തിനപ്പുറമായി ഒരു മാലയിൽ കോർത്തിണക്കിയ പുഷ്പങ്ങളെപ്പോലെ ഒന്നിച്ചു മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ത്യയിലും പ്രാദേശികമായ കേരളത്തിലെല്ലാം കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 22-23 പണിമുടക്കിൽ രാജ്യത്ത് കഴിയുമ്പോൾ കോടിക്കണക്കായ തൊഴിലാളികൾ പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണിമുടക്കിൻ്റെ ശക്തമായ ഒരു കേന്ദ്രമായി എല്ലായ്പ്പോഴും മാറുന്നൊരു കേന്ദ്രം തിരുവനന്തപുരമാണ്. അങ്ങനെ നിരവധി പണിമുടക്കുകൾ, 1000-കണക്കിന് 10,000-കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന പണിമുടക്കുകൾ, 1-2 ദിവസം തുടർച്ചയായി 48 മണിക്കൂർ അടക്കമുള്ള പണിമുടക്കുകളിൽ, സമരങ്ങളിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ബന്ധം, അത് ഞാൻ നേതൃത്വം കൊടുത്ത A2C മാത്രമല്ല, A2C, CA2, INTUC ആണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു മുഖ്യമായ മുന്നണി. തൊഴിലാളി മുന്നണി കൂട്ടി, പിന്നെ HMS ഉണ്ട്, STU ഉണ്ട്, ഒരു 10-20ഓളം വരുന്ന തൊഴിലാളി സംഘടനകൾ, ചെറുതും വലുതുമായ സംഘടനകളുണ്ട്. അതിലിപ്പോൾ ആ നേതൃസ്ഥാനത്ത് ഇന്നത്തെ മന്ത്രിയായ ശ്രീ വി ശിവക്കുട്ടി ജില്ലാ സെക്രട്ടറി, CA2-ൻ്റെ A2Cയുടെ ജില്ലാ സെക്രട്ടറി ഞാൻ, INTUCയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ VR പ്രതാപൻ, ഞങ്ങൾ 3 പേരുമാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബന്ധം താഴോട്ട് തൊഴിലാളികളുമായി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇഴുകിച്ചേർന്ന ഒരു ബന്ധം എല്ലാ തൊഴിലാളികളുടെയും ഇടയിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറമായി തൊഴിലാളി വിഭാഗങ്ങളുടെ ഇടയിൽ എനിക്ക് ബന്ധമുണ്ട്, പരിചയമുണ്ട്, സ്വാധീനമുണ്ട്. അത് ഒരു കാര്യമാണ്. ഗുണകരമാകും തീർച്ചയായും. എനിക്ക് അതിൽ വലിയ പ്രതീക്ഷയുണ്ട്. അത് കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് എനിക്ക് കേട്ടറിവുണ്ട്. ഇന്ന ആളുകൾ കോൺഗ്രസ് നേതാക്കന്മാരാണ്, എൻ്റെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാരാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാവാണെന്ന് അവർക്കും അറിയാം. തൊഴിലാളി നേതാവെന്ന് പലരും പറയുമെങ്കിലും ആ നേതാവ് എന്ന പരിവേഷത്തിനപ്പുറം ഞാനൊരു സാധാരണ തൊഴിലാളിയായി നേരത്തെല്ലാം പറഞ്ഞ പണിയെടുത്തതിൻ്റെ എല്ലാ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സിനിമ ടാക്കീസിലെ ജീവനക്കാരനായി, തൊഴിലാളിയായി, ഫോറസ്റ്റ് വാച്ചറായി, അതുപോലെ റബ്ബർ ഷോപ്പിലെ ഡിപ്പോയിലെ തൊഴിലാളിയായി, റേഷൻ കടയിലെ സെയിൽസ്മാനായി, അങ്ങനെ വിവിധ മേഖലകളിലെ ഒരു തൊഴിലാളിയായി പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവ സമ്പത്ത്, അതിൻ്റെ പ്രയാസങ്ങൾ തീർച്ചയായും ആ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഓരോരുത്തരുടെയും പ്രയാസം കൃത്യമായി ഞാൻ അനുഭവിച്ച പ്രയാസം അതിനേക്കാൾ കൂടുതൽ പ്രയാസമാണല്ലോ മറ്റാൾ അനുഭവിക്കുന്നത്. അത് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിയായി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തീർച്ചയായും ഞാനൊരു തൊഴിലാളി പ്രവർത്തകൻ ആയിരുന്നു എന്നുള്ള നിലയിൽ ഉണ്ടാകും. അല്ലെങ്കിൽ തൊഴിലാളി എന്ന അനുഭവ സമ്പത്ത്, അതിൻ്റെ പ്രയാസങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആയിരിക്കും എപ്പോഴും ഞാൻ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഞാൻ അവസരത്തിൽ അറിയിക്കുക. പക്ഷെ എനിക്ക് ഉള്ള ചോദ്യം എന്ന് പറയുന്നത്, ഈ പാർട്ടിയിൽ നിന്ന് പുറത്താവുന്നവരോട് പാർട്ടി എടുക്കുന്ന ഒരു സമീപനമുണ്ട്. ഭയങ്കര ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കുറേ പേരൊക്കെ വോട്ട് ഇടതുനിന്ന് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇടത് വലത് വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എൻ്റെ വ്യക്തിബന്ധവും എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലെ അടുപ്പവും എൻ്റെ സുഹൃത്ത് ബന്ധവും കുടുംബ ബന്ധവും ഈ മണ്ഡലത്തിൽ, ബന്ധുബലവും എനിക്ക് ഈ മണ്ഡലത്തിൽ അണ്ടൂർക്കോണം മുതൽ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി വരെയുള്ള 5 പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ചേരുന്ന ഈ മണ്ഡലത്തിൽ
വ്യാപകമായ ബന്ധുബലം എനിക്കുണ്ട്. ഉം. അതുപോലെ തന്നെ രാഷ്ട്രീയ ബന്ധങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോഴുള്ളതുമായ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. തീർച്ചയായും അത് എനിക്ക് ഈ മണ്ഡലത്തിൽ ഗുണകരമാകും എന്ന് മാത്രമല്ല, കോൺഗ്രസ് പ്രസ്ഥാനം ഈ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത അതിശക്തമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പല ഘട്ടങ്ങളിലും കോൺഗ്രസ് ഇവിടെ നിരവധി ഘട്ടങ്ങളിൽ ശ്രീ പാലോട് രവി, ബഹുമാന്യനായ ശ്രീ പാലോട് രവി, നെടുമങ്ങാടിൻ്റെ MLA, ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള നിലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നിരവധി തവണ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ മണ്ഡലം ഒരു ബാലികേറ മലയല്ല. ഇന്നത്തെ രാഷ്ട്രീയമായ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ്, ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് വിജയ പ്രതീക്ഷ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്കയുടെ ഒരു പ്രശ്നവുമില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിലുണ്ട്. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ. ഞാനിപ്പോൾ റോഡ് ഷോ, ഈ മണ്ഡലത്തിൽ റോഡ് ഷോയിൽ പോയി കണ്ടു. ഇവിടെ ഇരു മുന്നണികളും അപ്പുറം ആ റോഡ് ഷോ നന്നായി നടത്താൻ കഴിഞ്ഞു. മണിക്കൂറുകളുടെ ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ രംഗത്ത് വന്നിട്ട് 4 ദിവസം, അഞ്ചാമത്തെ ദിവസമാണ്. 5 ദിവസം കൊണ്ട് വലിയ മാറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു പൊതു വിലയിരുത്തലാണ്. ഞാൻ പറയുന്നതിനപ്പുറം നിങ്ങളുടെ ക്യാമ്പയിനുകൾ കൊള്ളാമെന്ന് പറയുന്ന ഒരുപാട് നിഷ്പക്ഷമതികളുണ്ട്. കോൺഗ്രസ് പറയുന്നതിനപ്പുറം അത് വിലയിരുത്തുന്ന നിഷ്പക്ഷമതികളായ ആളുകളുണ്ട്. ഇതിനിടയ്ക്ക് പഴയ പ്രവർത്തകരൊക്കെ വിളിക്കാറുണ്ട്. ഇവിടെ എല്ലാവരുമായി എനിക്ക് വിളിക്കാനും സംസാരിക്കാനും എല്ലാം കഴിയുന്നൊരു സ്വാതന്ത്ര്യം ഇപ്പോഴുമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു എതിരാളികൾ, ചില ആളുകൾ, ഇവരൊരു കോക്കസ്, ഒരു കൈ വിരലിൽ എണ്ണാവുന്ന അതിന് താഴെയുള്ള ആളുകൾ ഒഴിച്ചാൽ എനിക്ക് ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകളുമായി അങ്ങനെ ഒരു എതിർപ്പോ, അവരുമായൊരു തർക്കമോ, അവരുമായൊരു വഴക്കോ, അല്ലെങ്കിൽ അവരുമായൊരു പിണക്കമോ ഇല്ല. എല്ലാവരുമായി നല്ല ബന്ധമാണ്. നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മലയോര മണ്ഡലവും കൂടിയാണ്. ഈ മലയോര എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് നെടുമങ്ങാടിന്. തീർച്ചയായും അതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന തരത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ സ്വപ്നം കാണാറുണ്ട് പലതരത്തിലും. അതേപോലെ നെടുമങ്ങാടിനെ കുറിച്ച് ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ. എന്താണ് നെടുമങ്ങാടിനെ കുറിച്ചുള്ള സ്വപ്നം? നെടുമങ്ങാടിനെ കുറിച്ച് വലിയ സ്വപ്നമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ഞാൻ കാണുന്ന നെടുമങ്ങാട് പട്ടണത്തിൽ ഞാനിങ്ങനെ കാണുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട്, നെടുമങ്ങാട് പട്ടണം, മലയോര പട്ടണത്തിൽ ഒരു റെയിൽവേ, ഒരു ട്രെയിൻ ഇങ്ങനെ വന്നു നിന്നാൽ അതെങ്ങനെ ഇരിക്കും എന്ന സ്വപ്നമാണ്. നിങ്ങൾ പിന്നെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ജയിപ്പിക്കും. അതുകൊണ്ടൊരു മലയോര റെയിൽവേ നെടുമങ്ങാടിന് ആവശ്യമാണ്. അതാണ് ഏറ്റവും ഒന്നാമതായി, ഏറ്റവും പ്രധാനപ്പെട്ടതുമായി ഞാൻ കാണുന്ന സ്വപ്നം. ഞാനും കാണാറുണ്ട് സ്വപ്നം. കാരണം വെച്ചാൽ ഈ ഒരു സമയം കഴിഞ്ഞാൽ ബസ് പോലും കിട്ടാത്ത ഈ വണ്ടി ഇച്ചിരി നീട്ടി ഇങ്ങോട്ട് വന്നിരുന്ന ആലോചിക്കില്ലേ? അത് പ്രശ്നമാണ്. ഇപ്പൊ ഒരു സമയം കഴിഞ്ഞാൽ രാത്രി ബസ്സില്ല. ബസ്സിന്റെ പ്രശ്നം മാത്രമല്ല, ഇത് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പറയുന്ന ഒരു വെറും വാക്കോ അല്ല. ഇതിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇതിനു വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുമെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു നാടിൻ്റെ ഒരു സ്വപ്നം, അത് എൻ്റെ കൂടി സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച പ്രവർത്തനത്തിൽ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ മുൻകൈയെടുക്കും. അതിനുവേണ്ടി നിലകൊള്ളും, പരിശ്രമിക്കുമെന്നാണ് പറയാനുള്ളത്. എൻ്റെ വോട്ട് അപ്പുറത്തായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പുറത്ത് ചെയ്തേ. പിന്നെന്തൊക്കെ മാറ്റങ്ങളാണ് നെടുമങ്ങാടിന്? ഒരുപാട് മാറ്റമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നഗരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മണ്ഡലമാണ് നെടുമങ്ങാട്. ഒരു താലൂക്ക് കേന്ദ്രമാണ്. ഇപ്പോൾ നെടുമങ്ങാട് മാർക്കറ്റിൻ്റെ സ്ഥിതി എന്താ? ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിലായിരുന്നു. ഞാനും 10-50ഓളം വരുന്ന നമ്മുടെ പ്രവർത്തകരും ഓട്ടം ബന്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റിൽ ഇറങ്ങി ചെല്ലാൻ കഴിയില്ല. മീൻ മാർക്കറ്റിലേക്ക് പോയാൽ അവിടെ മലിനജലം കെട്ടിക്കിടക്കുകയാണ്, കാല് വയ്ക്കാൻ കഴിയില്ല. അവിടെ ആളുകൾ പ്രതികരിക്കുകയാണ്. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി അവിടെയെല്ലാം പോയ സന്ദർഭത്തിൽ ആദ്യമേ പല പ്രതികരണങ്ങളുണ്ടായതിൻ്റെ വാർത്തകൾ പുറത്തെല്ലാം വന്നിട്ടുണ്ട്. അത് നെടുമങ്ങാട് വികസന തകർച്ചയ്ക്ക് എതിരായിട്ടുള്ള ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതികരണത്തിൻ്റെ ഒരു നേർസാക്ഷ്യമായി നമുക്കതിനെ കാണാൻ കഴിയും. അത് വലിയ പരാതിയാണ്. മത്സ്യക്കച്ചവടക്കാർ മാത്രമല്ല, അവിടുത്തെ ഓരോ കച്ചവടക്കാരും പച്ചക്കറിയും തേങ്ങയും കപ്പയും എല്ലാം വിൽക്കുന്ന കച്ചവടക്കാരുടെ വലിയ പരാതികളുണ്ട്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും ഇന്റർനാഷണൽ കൊണ്ടുവന്നത് അവിടെ ഇപ്പോ കർഷകർക്കൊരു പ്രയോജനവുമില്ല. അവിടെ കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയുടെ കണക്കാണ് പറയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കണക്ക്, 100 കണക്കിന് കോടി രൂപയുടെ കണക്കുകൾ പറയുന്നു അന്താരാഷ്ട്ര മാർക്കറ്റ് എന്നുള്ള നിലയിൽ. അവിടെ
ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടന മാമാങ്കമാക്കി വലിയ ആഘോഷങ്ങളോടുകൂടി വലിയ പ്രചരണങ്ങളോടുകൂടി പ്രഖ്യാപനങ്ങളോടുകൂടി നടത്തിയ ഉദ്ഘാടനം അതെല്ലാം ഇന്നിപ്പോൾ എങ്ങുമെത്താൻ നിൽക്കുകയാണ്. ഒന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ മെഷീനറികൾ തുരുമ്പെടുക്കുന്നു, കെട്ടിടങ്ങൾ തുരുമ്പെടുക്കുന്നു, കർഷകർക്ക് പ്രയോജനമില്ല, കാർഷിക ഉൽപ്പന്നങ്ങൾ കൊടുത്താൽ വില കിട്ടുന്നില്ല, കർഷകർക്ക് വിപണിയില്ല. ആ നിലയിൽ നമ്മുടെ കാർഷിക മേഖല, നെടുമങ്ങാട് ചന്ത എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക മേഖലയാണ്. ഇത് നെടുമങ്ങാടും അന്യ സംസ്ഥാനങ്ങളുമായെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കച്ചവട കേന്ദ്രമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും സാധനങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും പോവുകയാണ്. റബ്ബറിൻ്റെ, അതുപോലെ കപ്പയുടെ, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ, അങ്ങനെ ഒരുപാട് ഒരു മലഞ്ചരക്ക് വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ഈ കേരളത്തിലെ മാർക്കറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് നെടുമങ്ങാട് മാർക്കറ്റ്. ഏറ്റവും വലിയ ദുസ്ഥിതി ഇന്ന് മാർക്കറ്റ് നേരിടുകയാണ്. ആ മാർക്കറ്റിൽ മാറ്റം കൊണ്ടുവരും. മാർക്കറ്റിൽ ഇന്ന് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ നിലയിൽ മാർക്കറ്റിൻ്റെ ഇന്നത്തെ ദുസ്ഥിതിക്ക് പരിഹാരം കണ്ടുകൊണ്ട് അവിടെ കർഷകർക്കും ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന നിലയിൽ, കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന നിലയിലേക്ക് നെടുമങ്ങാട് മാർക്കറ്റിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ പരിഗണന എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാനത് നടപ്പിലാക്കുമെന്ന ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാം. ഈ ഒരു കൾച്ചറൽ ഹബ്ബും ഈ ഒരു ടൂറിസവും ഒക്കെ നമ്മളൊക്കെ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട് നെടുമങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം നമുക്ക് നഗരത്തിലേക്ക് പോകണം പല എന്റർടൈൻമെന്റിലും, പക്ഷെ അതൊക്കെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഇപ്പം എല്ലാം ഗ്രാമനഗര വ്യത്യാസമില്ലാതെയാണ്. ഗ്രാമനഗര വ്യത്യാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആധുനികമായ കാലഘട്ടമാണ്. ഇപ്പോൾ നൈറ്റ് ലൈഫിലേക്ക് പോകുന്ന പുതിയ തലമുറ, അപ്പോൾ രാത്രിയും പകലും ഒരുപോലെ കാണുന്ന നിലയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിൽ ഈ ഇടപട്ടണങ്ങൾ നഗരങ്ങളായി മാറാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ രീതിക്ക് മാറാൻ കഴിയണം. നെടുമങ്ങാട് വന്നിട്ട് വേണം പൊന്മുടിയിലേക്ക് പോകാൻ. ബോണക്കാടായാലും പൊന്മുടിയായാലും അതുപോലെ അഗസ്ത്യകൂടം, അഗസ്ത്യാർകൂടം ഇന്നിപ്പോൾ ഏറ്റവും വലിയ ശ്രദ്ധ ആകർഷിച്ചൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പൊ ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്നു. പേപ്പാറ ഒരു തേക്കടിയാണ്, ഒരു മിനി തേക്കടിയാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ടൂറിസം ഹബ്ബായി ഈ നെടുമങ്ങാടിനെ മാറ്റാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ഇപ്പൊ കോയിക്കൽ പാലസിൽ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ കണക്കിന് അതെ, കോയിക്കൽ പാലസ് ഒരു തീർത്ഥാടന ടൂറിസം കേന്ദ്രമായി. ഇപ്പോൾ കോയിക്കൽ പാലസ് ചരിത്രപരമായി നെടുമങ്ങാടിനെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളതാണ്. അവിടെയൊന്നും ഒരു മാറ്റവുമില്ല. അപ്പം അതെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വികസനം, ഒരു മാറ്റം, ടൂറിസം കേന്ദ്രത്തെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായ ഒരു കേന്ദ്രമായി, ഒരു താലൂക്ക് കേന്ദ്രമായി നെടുമങ്ങാട് വികസന കാര്യത്തിൽ മാറേണ്ടതുണ്ട്. ശാന്തിഗിരി നമുക്കറിയാം, അതൊരു സാംസ്കാരിക കേന്ദ്രം എന്നുള്ള നിലയിൽ അത് കേരളത്തിലെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെയും അത് മറ്റ് രാജ്യങ്ങളിലെയും എല്ലാം എല്ലാവരും ശ്രദ്ധിക്കുന്ന, എല്ലാവരുടെയും സാന്നിധ്യമുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മാറ്റം നമുക്ക് കൂടുതൽ ജനോപകാരപ്രദമായി ജനങ്ങളുടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുകളും പരിശ്രമങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അതുപോലെ തന്നെ നെടുമങ്ങാട് കളിസ്ഥലമുണ്ടോ? ഇന്ന് പുതിയ തലമുറ, മുമ്പ് VIP ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നെടുമങ്ങാട് പട്ടണവുമായി ബന്ധപ്പെട്ട് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, കോളേജുണ്ട്, അതുപോലെ തന്നെ പോളിടെക്നിക് ഉണ്ട്, അതുപോലെ മറ്റ് നിരവധിയായ സ്കൂളുകളുണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവിൽ നോക്കിയാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഉള്ള ഒരു പ്രദേശം, താലൂക്ക് കേന്ദ്രത്തിൽ ഒരു സ്റ്റേഡിയം ഉണ്ടാവും. നെടുമങ്ങാടിന് മയ്യം വിജയനും സഞ്ജു സാംസണും ഉൾപ്പെടെയുള്ള പ്രതിഭകൾ നെടുമങ്ങാടിൽ നിന്നും വരേണ്ടതുണ്ട്. അപ്പം അതിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ നോക്കിയാൽ പോളിടെക്നിക് എന്തെങ്കിലും ഒരു മാറ്റം അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞില്ല. ഒരു മന്ത്രിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. നെടുമങ്ങാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു മന്ത്രി നെടുമങ്ങാടിൽ നിന്ന് വിജയിച്ച് മന്ത്രിയായ ആൾ കൂടിയാണ്. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ കഴിയുന്നത് ഒന്നും ചെയ്തിട്ടില്ല. ഒരു വികസനവും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡ് പണി നടക്കുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. റോഡ് പണി പൂർത്തീകരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ജനപ്രതിയായിട്ടുള്ള ശ്രീ ദിവാകരൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് 4 വരിപ്പാത. അതിന്നിപ്പോൾ ജനങ്ങൾക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. ഒരു റോഡിൻ്റെ പണി 10 വർഷമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല റീച്ചുകളിലും സ്ഥലമെടുത്തതിൻ്റെ പ്രതിഫലം അത് കൊടുക്കാൻ ഉണ്ട്. അത് നടക്കുന്നത് സുതാര്യമായിട്ടല്ല. പല പ്രശ്നങ്ങളുണ്ട്. എത്രയോ അപകടങ്ങൾ നടന്നിട്ടുണ്ട്, മരണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ആ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വികസനം കൊണ്ട് എന്താ ശരിക്കും വൈകുന്ന എന്തുകൊണ്ടാണ്? ഒരു ഇച്ഛാശക്തിയുടെ ഒരു പ്രശ്നമാണ്. ഒരു ഇച്ഛാശക്തി, ഒരു 10 കൊല്ലം കൊണ്ട് അതൊരു തുടർച്ചയാണ്. അത് ഇതേ കൊണ്ടുവന്ന വികസനമല്ല, നേരത്തുള്ള വികസന തുടർച്ച അത് പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഇച്ഛാശക്തി ഇല്ലായ്മയാണ്. മണ്ഡലത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മണ്ഡലത്തിലെ ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിൻ്റെ ചുമതല, ഉത്തരവാദിത്വം ജനങ്ങൾക്ക്, ജനജീവിതവുമായി ബന്ധപ്പെട്ട്, നാടിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ്. കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഭാഗത്ത് തികഞ്ഞ പരാജയമായിട്ട് മാത്രമേ ഇന്ന് നിലവിലുള്ള ജനപ്രതിനിധിയെയും മന്ത്രിയെയും എതിർ സ്ഥാനാർത്ഥിയെയും നമുക്ക് കാണാൻ കഴിയും. ഈ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഈ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ ശരിക്കും അങ്ങനെ ഒരു സ്വപ്നം കൂടെ കണ്ടുകൊണ്ടാണ് ശരിക്കും കണക്ട് ചെയ്തത്. തീർച്ചയായിട്ടും നമുക്ക് അന്യ സംസ്ഥാനങ്ങളുമായെല്ലാം ബന്ധപ്പെടാം. നമുക്ക് തിരുവനന്തപുരത്തേക്ക് എത്തണമെങ്കിൽ എത്രയോ കിലോമീറ്ററുകൾ, ഇപ്പോൾ കല്ലാർ മുതൽ പൊന്മുടി വരെ, ബോണക്കാട് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കരിങ്ങമലയും പാലോടും അങ്ങനെ നോക്കിയാൽ നമുക്ക് എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനെ ഇന്നിപ്പോൾ ആശ്രയിക്കാൻ കഴിയും തിരുവനന്തപുരം. 40 കിലോമീറ്റർ, 50 കിലോമീറ്റർ, 60 കിലോമീറ്റർ സഞ്ചരിച്ചാലേ ട്രെയിൻ യാത്ര നമ്മളെ സംബന്ധിച്ച് ആരംഭിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ട്രെയിനിൽ വന്നിറങ്ങി തിരിച്ച് വരാൻ കഴിയും. പക്ഷെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുക എന്നതിനപ്പുറം റെയിൽവേ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ഒരു ലോകത്തിലെ തന്നെ 2ാമത്തെ ഒരു തൊഴിൽ ദാതാവ് കൂടിയായിട്ടാണ്. ഇപ്പോൾ റെയിൽവേ വന്നാൽ ഒന്ന് അതിൻ്റെ സഞ്ചാര സൗകര്യത്തിനപ്പുറം ചരക്കു നീക്കം വ്യാപകമായി നമുക്ക് നടത്താൻ കഴിയും. വിഴിഞ്ഞത്തിന്റെ ഒരു വ്യവസായ എന്നുള്ള നിലയിലേക്ക് വിഴിഞ്ഞത്തിന്റെ ഒരു വലിയ വികസനം നെടുമങ്ങാടിലേക്കും കൊണ്ടുവരാൻ ഈ റെയിൽവേ വന്നാൽ കഴിയും. അപ്പൊ വിഴിഞ്ഞത്തിന്റെ ഒരു വികസനം തീർച്ചയായും നെടുമങ്ങാടിന്റെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നെടുമങ്ങാടിന് കൂടി പ്രയോജനപ്പെടുന്ന നിലയിലേക്ക് ആ റെയിൽവേ വന്നാൽ, നെടുമങ്ങാടിന് വന്നാൽ അത് കഴിയും. തമിഴ്നാടുമായിട്ടുള്ള ചരക്കു നീക്കം, അതുപോലെ തന്നെ നെടുമങ്ങാട് മാർക്കറ്റിലേക്ക് വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ നെടുമങ്ങാടിൻ്റെ മാത്രമല്ല, അവിടെ നിന്നെല്ലാം വരികയാണ്. തെന്മല, അരിയങ്കാവ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരികയാണ്. അപ്പോൾ അന്തർ സംസ്ഥാന ബന്ധങ്ങളും അന്തർ സംസ്ഥാന കച്ചവടങ്ങൾ നടക്കുന്ന നെടുമങ്ങാടിൻ്റെ ജീവിതത്തിലും നെടുമങ്ങാടിൻ്റെ ജനങ്ങളുടെ കച്ചവട കാര്യങ്ങളിലും എല്ലാം ഒരു വലിയ തൊഴിൽ പരമായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മളൊന്ന് പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു 10 ആളിന് തൊഴിൽ കൊടുക്കുന്ന ഒരു പെട്ടിക്കട പോലും ഈ നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ആശുപത്രിയിൽ പലപ്പോഴും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് നെടുമങ്ങാട് ആശുപത്രി എന്ന് പറയുന്നത്. ആശുപത്രി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വളരുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ഫെസിലിറ്റീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാത്തിരുന്ന് ചെറിയ ചെറിയ വികസന പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്തുന്നത്. അതിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ആശുപത്രിയെ സംബന്ധിച്ച് വളരെ പരമ ദയനീയമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ജില്ലാ ആശുപത്രി എന്നത് പേരിലാണ്, പ്രയോജനത്തിലില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എത്ര സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്തുണ്ടായത്. എത്ര സമരങ്ങളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുവജന സംഘടനകളും മറ്റ് പ്രസ്ഥാനങ്ങളും എല്ലാം നടത്തിയത്. അവിടെ മതിയായ ചികിത്സയില്ല, ആവശ്യത്തിന് ഉപകരണങ്ങളില്ല, മരുന്നില്ല, ഡോക്ടർമാരില്ല. കുറച്ച് ചെറുതും വലുതുമായ കെട്ടിടങ്ങൾ അവിടെ ഉണ്ട് എന്നതിനപ്പുറം ഇപ്പോൾ ഒരു കുഞ്ഞ് മരിച്ചതടക്കം അടുത്ത സമയത്ത് നടന്ന ഒരു വീട്ടമ്മ, ഒരു സ്ത്രീ, അവരുടെ പ്രസവത്തെ തുടർന്ന്, അവരുടെ ശസ്ത്രക്രിയയെ തുടർന്ന് അവർക്ക് വലിയ പ്രശ്നം നേരിടുകയാണ്. ജീവിച്ചിരിക്കുന്നു, ഒരു ജീവച്ഛവമായി അവർ ജീവിച്ചിരിക്കുന്നു എന്നതിനപ്പുറം വലിയ ഒരു ജീവിതത്തിൽ ഒരാളിനും നേരിടാൻ കഴിയാത്ത നിലയിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറം ഇതെല്ലാം നമുക്ക് നേരിട്ടറിയാവുന്ന, അല്ലെങ്കിൽ ഓരോരുത്തർക്കും അറിയാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആശുപത്രിയിൽ നിന്നിപ്പോൾ ഒരു സംവിധാനവുമില്ല. ഇവിടെ നിന്ന് ഭാവനപുരത്തു നിന്നായിരുന്നാലും, അരുവിക്കരയിൽ നിന്നായിരുന്നാലും, നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്നായിരുന്നാലും 30 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തുന്ന പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ച് അവർക്ക് ചികിത്സ നിഷേധിക്കുന്ന, അവരെ വീണ്ടും ദുരിതത്തിലാക്കുന്ന, വീണ്ടും 10-20 കിലോമീറ്റർ യാത്ര ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന 50-60 കിലോമീറ്റർ പോകേണ്ട സ്ഥിതിയിലേക്കാണ് നെടുമങ്ങാട് ആശുപത്രി മാറിയിരിക്കുന്നത്. നെടുമങ്ങാട് ആശുപത്രിയുടെ വികസനം, നെടുമങ്ങാട് ആശുപത്രിയിൽ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇന്നത്തെ ദുസ്ഥിതിക്ക് മാറ്റമുണ്ടാകാം. ഇത് മന്ത്രിയുടെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവമാണ്. ഇവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇന്ന് നിലവിലുള്ള ജനപ്രതിനിധി, അദ്ദേഹത്തിൻ്റെ മണ്ഡലം കേന്ദ്രമാണല്ലോ നെടുമങ്ങാട്.
ആ മണ്ഡലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങളിൽ അദ്ദേഹത്തിന് ഒരു പങ്കും വഹിക്കാൻ കഴിയുന്നില്ല, ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന വലിയ പ്രതിഷേധം ആശുപത്രിയെ സംബന്ധിച്ചുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോഡുകളെ സംബന്ധിച്ച് പറഞ്ഞു, മാർക്കറ്റിനെ സംബന്ധിച്ച് റോഡുകളിൽ ഇനിയിപ്പോൾ റിംഗ് റോഡ്, വിഴിഞ്ഞം ആയി ബന്ധപ്പെടുന്ന ഈ മണ്ഡലത്തിൽ അതിൻ്റെ മിക്കവാറും സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന റിംഗ് റോഡ് സ്ഥലമേറ്റെടുക്കാനുള്ള ഫണ്ട് അനുവദിക്കാത്തതിന് പുറമെ റിംഗ് റോഡ് ഇപ്പോൾ എന്ത് പറ്റിയിരിക്കുന്നു, റിംഗ് റോഡ് ഇന്നിപ്പോൾ ആ പദ്ധതി നിലച്ചിരിക്കുകയാണ്. മംഗലപുരം റോഡ്, നെടുമങ്ങാട് മംഗലപുരം റോഡ് നിരന്തരമായ അപകടങ്ങളുടെ ഒരു കെണിയായി മംഗലപുരം റോഡ് മാറിയിരിക്കുന്നു. മഴ പെയ്ത് റോഡ് തകർന്ന് അവിടെ അതിൻ്റെ പിന്നിൽ വലിയ സുതാര്യത കുറവ് ഉണ്ട് എന്നുള്ളത് വലിയ ചർച്ച ജനങ്ങളുടെ ഇടയിൽ വരികയാണ്. മംഗലപുരം റോഡിനെ സംബന്ധിച്ച് ഒരു വലിയ പാതയാണ് നെടുമങ്ങാട് മംഗലപുരം റോഡ്. അങ്ങനെ ഒരു വികസന തകർച്ചയുടെ നേർസാക്ഷ്യമായി ഇന്ന് ഈ നെടുമങ്ങാട് മണ്ഡലം മാറിയിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുക. അതിനിടയ്ക്കൊന്ന് വ്യക്തിപരമായ ചില കാര്യങ്ങളോട് ചോദിച്ചോട്ടെ. കാരണം ഈ ഇടയ്ക്ക് VHSCക്ക് പഠിത്തം നിർത്തിയിട്ട് ആണ് സിനിമ ടാക്കീസിൽ ജോലിക്ക് പോകുന്നു, റേഷൻ കടയിൽ സെയിൽസ്മാൻ ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊക്കെ ജോലികൾ ചെയ്തതിൻ്റെ ഒരു അനുഭവം ഒരുപക്ഷെ പ്രസ്ഥാനങ്ങളിൽ പിന്നീട് ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ നയിക്കാനൊക്കെ കരുത്തായിട്ടുണ്ട്. പക്ഷെ ആ കാലം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇടയ്ക്കൊക്കെ ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ ചെറുപ്പകാലം ഒന്ന് പറയാം. ചെറുപ്പകാലം തീർച്ചയായും ഞാൻ ചെറുപ്പകാലത്ത് മുതൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഒരാളാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനം പോളി സമരം നടക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒരുമിച്ചാണ് ആ സമരത്തെ നയിച്ചത്. എല്ലാ പ്രസ്ഥാനങ്ങളുടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ടായി. അപ്പോൾ സമരം കലാലയങ്ങളിൽ നിന്ന് സ്കൂളുകളിലേക്കും പ്രാദേശികമായി റോഡുകളിലേക്കും തെരുവുകളിലേക്കും ഇറങ്ങിയ ഒരു മാസക്കാലത്തിലധികം നീണ്ടു നിന്ന സമരമാണ് 84-85 കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന എൻ്റെ ചെറിയ സ്കൂളാണ്. ആ സ്കൂളിൽ പിന്നെ വികസന സമിതി ചെയർമാനും കൺവീനറുമായി സ്കൂളിലെല്ലാം പിന്നെ വലിയ മാറ്റം കൊണ്ടുവന്നു. 50 ലക്ഷം രൂപയുടെ 2 മന്ദിരങ്ങൾ ആ സ്കൂളിൽ പണിയുന്നതിന് എൻ്റെ മുൻകൈയിൽ 2 രാജ്യസഭാ അംഗങ്ങളുടെ ഫണ്ട് കൊണ്ടുവരുന്നതിന് കഴിഞ്ഞു. അത് ഭംഗിയായി പലതും അവിടെ ചെയ്യുന്നതിന് എൻ്റെ ആ കാലയളവിൽ കഴിഞ്ഞു. അപ്പോൾ ആ സ്കൂളിൽ ആദ്യമായി ഒരു സമരം, ആ സ്കൂളിലെ ഏതാണ്ട് 400-ലധികം വരുന്ന വിദ്യാർത്ഥികളെ പൂർണ്ണമായും പുറത്തിറക്കി 1 കിലോമീറ്ററിലധികം പ്രേരണ നടത്തി ആ സമരം നടത്താൻ എനിക്ക് കഴിഞ്ഞു. ആ സമരത്തിനെ തുടർന്ന് പിന്നീട് ഞാൻ പിന്നെ യുവജന രംഗത്തും എൻ്റെ 25 വർഷക്കാലം വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുടെ, ഒരുപാട് സമരങ്ങളുടെ, ഒരുപാട് ത്യാഗങ്ങളുടെ, പോലീസ് മർദ്ദനങ്ങളുടെ, ജയിൽവാസങ്ങളുടെ, പ്രയാസങ്ങളുടെ എല്ലാം ഒരു കാലമായിരുന്നു. പക്ഷെ അതുപോലെ പലരും, ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അത് പത്രങ്ങളിലെല്ലാം വാർത്തയായി വന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ പല നേതാക്കളും, ഞാൻ നിന്ന പ്രസ്ഥാനത്തിലെ പല ചുമതലകളും വഹിക്കുന്ന ആളുകൾ എല്ലാം ഇന്നിപ്പോൾ പാർലമെൻ്ററി രംഗത്തെല്ലാം നിൽക്കുന്ന ആളുകൾ പലപ്പോഴും ഒരുപാട് ആളുകൾ അതിൻ്റെ എല്ലാം പിന്നെ അനുഭവസ്ഥരാണെങ്കിലും അതിൻ്റെ എല്ലാം ചില ആളുകളൊന്നും സിനിമയിൽ മാത്രമേ ജയിൽ കണ്ടിട്ടുള്ളൂ എന്നുള്ള നിലയിലേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു സത്യമാണ്. അപ്പോൾ ആ കാലയളവിൽ തീർച്ചയായും പഠനത്തോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പല ചെറിയ തൊഴിലുകളും ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട്. അത് സിനിമാ തിയേറ്ററിലെ ഒരു ജീവനക്കാരൻ മാത്രമല്ല, അതങ്ങനെ പഠിത്തം നിർത്തിയിട്ട് പഠനത്തോടൊപ്പം റേഷൻ കടയിലെ സെയിൽസ്മാനായും അതുപോലെ തന്നെ സിനിമാ ടാക്കീസിലെ ജീവനക്കാരനായും റബ്ബർ ഡിപ്പോയിലെ തൊഴിലാളിയായും ഫോറസ്റ്റ് വാച്ചറായും അങ്ങനെ പല ജോലികളും രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം വിദ്യാഭ്യാസ കാലത്തിലെ പ്രവർത്തനത്തോടൊപ്പം എനിക്ക് വഹിക്കാൻ കഴിഞ്ഞു. പ്രാദേശികമായി താഴെത്തട്ടിലെ ജനങ്ങളുമായി, എൻ്റെ ഒരു പ്രാദേശികമായി പിന്നോക്ക തൊഴിൽ മേഖലയാണ്, ഒരു മലയോര മേഖലയാണ്, മലയോര ഗ്രാമീണ മേഖലയാണ്. തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, അങ്ങനെ വിവിധ വിഭാഗം തൊഴിലാളികളുമായി എപ്പോഴും വളരെ ചെറുതിലെ നല്ല അടുപ്പത്തിൽ അവരോടെല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പരിചയം വിദ്യാർത്ഥി യുവജന പ്രവർത്തനങ്ങളുടെ കാലം അവസാനിക്കുന്ന സന്ദർഭത്തിൽ അതിനു മുമ്പ് തന്നെ തൊഴിലാളി പ്രവർത്തനങ്ങളിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിപുലമായ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 1 ദശാബ്ദകാലത്തിലധികം ഈ തലസ്ഥാന ജില്ലയിൽ നേതൃത്വം കൊടുക്കാൻ എനിക്കായത്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും. എങ്ങനെയായിരുന്നു അന്ന് കുടുംബത്തിന്റെ ഒരു അവസ്ഥയൊക്കെ എന്തായിരുന്നു? ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അതിൻ്റെ എല്ലാവിധമായ പ്രയാസങ്ങളും
ഈ അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ബന്ധം? അച്ഛന് വിതിര എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കേന്ദ്രമാണ്. വിതിരയിലെ തള്ളച്ചിറയിലാണ് ഞങ്ങളുടെ കുടുംബം. വിതിരയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തകനും നേതാവുമായി ആയിരുന്നു അച്ഛൻ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നാട്ടിൽ വലിയ അംഗീകാരമുള്ള സമയമാണ്. നാട്ടിൽ വലിയ അംഗീകാരമുള്ള ഒരു സാധാരണ പാർട്ടിയുടെ അറിയപ്പെടുന്ന പ്രവർത്തകൻ പോലും ഒരു 1000 ആളുകളുമായി ബന്ധമുള്ള, ഇന്നത്തെ പോലെ എല്ലാം പേപ്പറിലിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു നിലകളിൽ. അപ്പം അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകൻ ആയിരുന്നു അച്ഛൻ. എന്നാൽ അമ്മയുടെ കുടുംബം തികച്ചും വ്യത്യസ്തമാണ്. അമ്മയുടെ കുടുംബം വർക്കലയിലാണ്. വർക്കലയിലെ ഒരു പ്രമുഖമായ കോൺഗ്രസ് പ്രവർത്തകനും ഒരു പ്രമുഖനായ വൈദ്യനുമായിരുന്നു അമ്മയുടെ അച്ഛൻ. അവർ കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബമാണ്. ഒരുപക്ഷെ ആർ ശങ്കറിനെ പോലുള്ള കേരളത്തിലെ മഹാരഥന്മാരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു പാതയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്ന അന്നത്തെ കാലത്തെ കോൺഗ്രസ് പ്രവർത്തകരിലെ ഒരു പ്രധാനിയായിരുന്നു എൻ്റെ അപ്പൂപ്പൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹം രാഘവൻ വൈദ്യൻ എന്ന പേരിലുള്ള ഒരു വൈദ്യ ചികിത്സയും വൈദ്യശാലയും എല്ലാം നന്നായി നടത്തി ആ നിലയിൽ അറിയപ്പെടുന്ന ഒരാളായി. രണ്ടുമുണ്ട്. അപ്പോൾ രണ്ടുമുണ്ട്. രണ്ടും പ്രധാനപ്പെട്ട ഈ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ അല്ലെങ്കിൽ അതിൻ്റെ ആ ചരിത്രമുറങ്ങുന്ന വർക്കലയിൽ ഒരുപക്ഷെ ഞാൻ ജനിച്ചെൻ്റെ നാവിൽ ഹരിശ്രീ കുറിക്കുന്നത് പോലും ശിവഗിരിയിലാണ്. ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുദേവന്റെ സന്യാസി പരമ്പരയിൽപ്പെട്ട അതിൻ്റെ ആ സന്യാസി വര്യന്മാരിൽ നിന്ന് ആരോ ഒരാൾ, എനിക്കറിയില്ല, ആണ് അവിടെ നിന്ന് പക്ഷെ അച്ഛൻ്റെ സ്ഥലം മറ്റൊരു അവരുടെ എല്ലാം കുടുംബം ഒരു നൂറ്റാണ്ടിന് മുമ്പ് വിതിരയിലേക്ക് വന്നതാണെങ്കിലും അവരുടെ എല്ലാം കുടുംബം മറ്റൊരു പാരമ്പര്യത്തിന്റെ നാടാണ്. കാട്ടായിക്കോണമാണ് അവരുടെ എല്ലാം കുടുംബം. അവിടെ നിന്നാണ് പിന്നീട് അവരുടെ കുടുംബം വിതിരയിലേക്ക് വന്നത്. അതൊരു തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഗ്രൂപ്പ് ഉണ്ടായ സ്ഥലമാണ് കട്ടായിക്കോണം. ഒട്ടേറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നമുക്കറിയാമല്ലോ, അവരുടെ പേര് കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ്. അവിടെയാണ് അച്ഛൻ്റെ കുടുംബം. അമ്മയുടെ കുടുംബം വർക്കല. അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആകുമ്പോൾ തികച്ചും ദാരിദ്ര്യം ഉണ്ടായിരുന്നോ? അങ്ങനെയാണല്ലോ. തീർച്ചയായും ഉണ്ടായിരുന്നു. കേരളത്തിൽ ആ നിലയിലായിരുന്നല്ലോ, നമ്മുടെ നാട് അങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ ആ പ്രയാസങ്ങളുടെ ഇടയിൽ തന്നെയാണ് നമ്മളും. അതുകൊണ്ട് പ്രയാസങ്ങളെന്ത്, സാധാരണക്കാരന്റെ പ്രയാസം എന്ത്, തൊഴിലാളികളുടെ പ്രയാസം എന്ത്, പാവപ്പെട്ടവൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, തീർച്ചയായും അതിന് പരിഹാരം കാണാൻ കഴിയുന്നൊരു പ്രസ്ഥാനം എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റെ അയൽവക്കക്കാർ, എൻ്റെ ബന്ധുക്കൾ പാടത്ത് പണിയെടുക്കുന്നു. അപ്പോൾ ഇതിലെ തള്ളച്ചിറ എന്ന് പറയുമ്പോൾ കിലോമീറ്ററുകളോളം നോക്കത്ത ദൂരത്ത് വയലേലകളായിരുന്നു. അവിടെ പണിയെടുക്കുന്ന ആളുകൾ, എന്നോടൊപ്പമുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അയൽവക്കക്കാർ, അവർ നേരിടുന്ന പ്രയാസങ്ങൾ, അവർ നേരിടുന്ന പ്രയാസങ്ങൾക്കും പട്ടിണിക്കും പരിഹാരം കാണാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് എന്ന തിരിച്ചറിവാണ് എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാ മൂല്യങ്ങളും തകർന്ന് കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരുമായി അവരുടെ കച്ചവട താല്പര്യങ്ങളെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനമായി ഇന്ന് അത് മാറിയ ഒരു സാഹചര്യം ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലം അതാണ്. പ്രയാസങ്ങളുടെ നടുവിൽ നിന്ന് ഉയർന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോൾ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഒരു റെസ്പോൺസ് കിട്ടുന്നത്? ഇപ്പം ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ തോന്നിയിട്ട് കാര്യമില്ല. അപ്പൊ അതൊരു ലോജിക്കലായിരിക്കണം. എങ്ങനെയാണ് ലോജിക്കലി ചിന്തിക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ടെന്നാണ്? നല്ല ആത്മവിശ്വാസത്തിലാണ്, നല്ല വിജയ പ്രതീക്ഷയിലാണ്. ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കും പാവപ്പെട്ട ആളുകൾക്കും എതിരായി അക്രമം ഒഴിച്ചുവിടുന്ന സംഘപരിവാർ ശക്തികൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഭരണകൂടവുമായിട്ടാണ് ഇവിടെ ഒരു ഭാഗത്ത് ചർച്ച നടത്തുന്നത് ഈ LDF ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ. അങ്ങനെ നടത്തുമ്പോൾ അവരൊരു ഭാഗത്ത് പറയുന്നു മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ്, മറുഭാഗത്ത് മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന, അവരെ കൊന്നൊടുക്കുന്ന ആളുകളുമായി രഹസ്യമായി കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് തുടരണം നമ്മുടെ കേസുകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് രക്ഷ നേടാൻ ഒരു അവിഹിതമായ രാഷ്ട്രീയ കൂട്ടുകെട്ട് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. മര്യാദാകാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. എൻ്റെ എതിർ സ്ഥാനാർത്ഥി, നിലവിൽ മന്ത്രിയായിട്ടുള്ള ആളെ സംബന്ധിച്ച് പറയാം, അദ്ദേഹം ഇതിൻ്റെ ഒരു ഉപനേതാവാണ്. ഇപ്പോൾ CPM ഏറ്റെടുത്തിട്ടുള്ള മുഖ്യമന്ത്രി അല്ലെങ്കിൽ ചില നേതാക്കന്മാരോ നടത്തുന്ന ഇത്തരം
കൂടിക്കാഴ്ചകൾക്കപ്പുറം ഈ സംഘപരിവാർ ശക്തികളുമായി ഒരു ധാരണ, ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഉപനേതാവ് കൂടിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അത് തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 2014 ഡോക്ടർ ബെനറ്റ് എബ്രഹാം ഒരു പൊതു സ്ഥാനാർത്ഥിയെ അന്നത്തെ പാർട്ടി നേതൃത്വം തീരുമാനിച്ചു കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹം ഉന്നയിച്ചൊരു കാര്യമുണ്ട്. അതൊരു പേയ്മെൻറ്റ് സീറ്റാണ്. ആളുകൾ ഇളക്കി വിട്ടുകൊണ്ട് പേയ്മെൻറ്റ് സീറ്റ് വിവാദം ഉണ്ടാക്കി. ആ പേയ്മെൻറ്റ് സീറ്റ് വിവാദം ഉണ്ടാക്കിയതിന് ഗുണം കിട്ടിയത് ആർക്കാണ്? ഗുണം കിട്ടിയത് BJPക്കാണ്. അതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തൻ്റെ സ്വന്തം പാർട്ടിയും സ്വന്തം മുന്നണിയും 3-ാം സ്ഥാനത്തേക്ക് പോവുകയുണ്ടായി. ആ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന്, CPIക്കും ഇടതുപക്ഷത്തിന് 2-ാം സ്ഥാനത്തേക്കോ വിജയിക്കാനോ കഴിഞ്ഞിട്ടില്ല. PKVക്കും അതുപോലെ തന്നെ പന്ന്യൻ രവീന്ദ്രന് ശേഷം ആ സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പ്രധാന ഉത്തരവാദി ഇദ്ദേഹമാണ് പേയ്മെൻറ്റ് സീറ്റ് വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ബെനറ്റ് എബ്രഹാം എന്നുള്ളത് വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനം 3-ാം സ്ഥാനത്തേക്ക് പോയി. അത് അവിടെ നിന്ന് കരകയറിയിട്ടില്ല. ഇപ്പോൾ കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലുമെല്ലാം എന്താണ് സംഭവിച്ചത്? അവിടെയെല്ലാം സീറ്റ് കച്ചവടങ്ങളാണ് നടന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ സീറ്റുകൾ കോർപ്പറേഷനിൽ പലയിടത്തും അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്തില്ല, ജില്ലാ പഞ്ചായത്തിലും കൊടുത്തില്ല. അതിൻ്റെ ഭാഗമായി കോർപ്പറേഷനിലെ CPIയുടെ പ്രാതിനിധ്യം ഒന്നായി ചുരുങ്ങി, വെറും ഒന്നായി ചുരുങ്ങി. ഏതാണ്ട് 10 പേരുണ്ടായിരുന്നത് ഒന്നായി ചുരുങ്ങി. അത് പൊതുവിൽ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിന് കാരണമായി. അപ്പോൾ അവിടെ വിജയിച്ചു വന്നത് BJPയാണ്. അപ്പോൾ ശ്രീ ആര്യ രാജേന്ദ്രൻ നഗരത്തിൻ്റെ ഭരണം BJP കൊടുത്തു എന്ന് പറയുമ്പോൾ ആ നഗരത്തിൻ്റെ ഭരണം BJP കൊടുക്കുന്നതിലൊരു പങ്ക് വഹിച്ച ആളാണ് നമ്മുടെ എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹം പകലെല്ലാം കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ അദ്ദേഹം ഒരു RSS കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയേണ്ട നിലയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ കൊടുത്തിരുന്നാലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തുടർച്ചയായ പരാജയം. അപ്പോൾ അതിൽ നിന്ന് വളർന്നു വരുന്നതും ഉയർന്നു വരുന്നതും BJPയാണ്. തിരുവനന്തപുരം ജില്ലയിൽ BJP വളർത്തിയതിൽ മുഖ്യമായ പങ്ക് വഹിച്ച ആളാണ് എതിർ സ്ഥാനാർത്ഥി എന്ന്, അതാണ് അതിൻ്റെ വാസ്തവം. അങ്ങനെ ഒരു ചർച്ച എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തു. ഇപ്പുറത്തേക്ക് വരുമ്പോൾ പാർട്ടി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ തന്നെ മത്സരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു പാർട്ടി ചിഹ്നത്തിൽ നമ്മൾ മത്സരിക്കുക എന്ന് പറയുന്നതിന് വേറൊരു അതെ 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 അത് എത്രത്തോളം ഒരു മനസ്സിൽ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒപ്പം അതിനകത്തൊരു കോൺട്രാസ്റ്റ് ഉണ്ട്. അപ്പുറത്തെ ചിഹ്നത്തിൽ നമ്മൾ നിന്നിട്ട് ഇപ്പുറത്തെ ചിഹ്നത്തിലേക്ക് വരുന്നതിന്റെ ഒരു മാനസികമായൊരു പൊരുത്തക്കേടുണ്ട്. അതെങ്ങനെയാ മറികടക്കുക? അതൊക്കെ തീർച്ചയായും അത് സ്വാഭാവികമായി അതിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് മാറേണ്ടി വരും. കേരളത്തിൽ ഞാൻ നിന്ന എൻ്റെ പ്രസ്ഥാനം ഒരു പ്രസ്ഥാനമായി മാറുകയും ആ പ്രസ്ഥാനത്തിന് ഭരണരംഗത്ത് ഒരു അഡ്രസ്, ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നത് ആർക്കും നിഷേധിക്കാനില്ല. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കുറച്ച് എണ്ണം, വളരെ കുറഞ്ഞ സീറ്റുകളുമായിട്ടാണ് CPIയുടെ മുഖ്യമന്ത്രി, കേരളത്തിലെ ഏറ്റവും പരിണതപ്രജ്ഞനായിട്ടുള്ള ഏറ്റവും നല്ല മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോൻ, അപ്പോൾ അദ്ദേഹം ആ നിലയിൽ PKB മുഖ്യമന്ത്രിയായി. ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഒരു പിൻബലത്തോടു കൂടിയാണ്, കോൺഗ്രസിൻ്റെ ഒരു ഔദാര്യമാണ്. CPIക്ക് എന്തെങ്കിലും കേരളത്തിലാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ്. കോൺഗ്രസിലേക്ക് ഞാൻ കടന്നു വന്ന ഈ മാറ്റം, ഈ സ്ഥാനാർത്ഥിത്വമെല്ലാം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ സന്തോഷമുണ്ട്, എനിക്ക് വലിയ അഭിമാനമുണ്ട്. എനിക്ക് കോൺഗ്രസിൻ്റെ ഓരോ നേതാക്കളോടും ഓരോ പ്രവർത്തകരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആരെങ്കിലും ഒരാളുമായി അല്ല ഈ ചർച്ച നടത്തിയത്. ഞങ്ങൾ 1000-ഓളം പേര് കോൺഗ്രസിലേക്ക് ചേരുമ്പോൾ പലതവണ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് ഒന്നിലധികം വരുന്ന ആളുകളുടെ സാന്നിധ്യത്തിലാണ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ നിരവധി നേതാക്കന്മാർ പങ്കുവച്ചിട്ടുണ്ട്. ശ്രീ ശബരിനാഥൻ നമ്മുടെ ഒരു അടുത്ത സുഹൃത്തു കൂടിയാണ്. അപ്പുറത്ത് നിൽക്കുമ്പോഴും നമ്മളുമായെല്ലാം രാഷ്ട്രീയമായി കർശനമായി പോകുമ്പോഴും ഒരു വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു, ഒരു MLA ആയിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ K മുരളീധരൻ, അതുപോലെ കേരളത്തിൻ്റെ ചുമതലയുള്ള ശ്രീമതി ദീപാദാസ് മുൻഷി ഉൾപ്പെടെ ശ്രീ ബഹുമാന്യനായ ശ്രീ KC അടക്കം എല്ലാ നേതാക്കളുമായി ചർച്ച നടത്തിക്കൊണ്ടാണ്, എല്ലാ നേതാക്കളുമായി സംസാരിച്ചുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. ചിലയിടങ്ങളിൽ നിന്നും ഉയരുന്നു. ശ്രീ അടൂർ പ്രകാശിൻ്റെ പേരെല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ, അദ്ദേഹം UDF ചെയർമാനാണ്, നമ്മുടെ പാർലമെൻറ്റ് അംഗമാണ്. ആ നിലയിലുള്ള അടുപ്പവും പരിചയവും നേരത്തെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരുമായി ചർച്ച നടത്തുകയും
എനിക്കിതിനകത്തൊരു പ്രചോദനമായത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും മുതിർന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവും ആയിട്ടുള്ള പ്രമുഖന്മാരായിട്ടുള്ള നേതാക്കളിൽ ഒരാളുമായിട്ടുള്ള ശ്രീ എ കെ ആൻ്റണി സാറാണ്. എ കെ ആൻ്റണി സാറാണ് എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഒരു പ്രചോദനമായി മാറിയത്. അപ്പോൾ അദ്ദേഹവുമായി പലതവണ സംസാരിച്ചിരുന്നു. ഞാനിപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെയും കണ്ട് കാല് തൊട്ട് വന്ദിച്ചു കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഇതിനകത്തൊരു വലിയ പങ്ക് എൻ്റെ കടന്നുവരവിനും എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനും എൻ്റെ മുന്നോട്ട് പോക്കിനും എന്നോടൊപ്പമുള്ളവരുടെ സംരക്ഷണത്തിനും ഒട്ടേറെ നേതാക്കന്മാർ, ഈ തിരുവനന്തപുരം ജില്ലയിലെ നിരവധി നേതാക്കന്മാർ എന്നോടൊപ്പം വന്നവരെല്ലാം എല്ലാ പരിഗണനയും ഇപ്പോൾ പാർട്ടി പൊസിഷനുകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും, ഇപ്പോൾ 5-6 മാസത്തിനിടയിൽ പാർട്ടി പൊസിഷനുകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും ആളുകൾക്കെല്ലാം സീറ്റ് നൽകിയിട്ടുണ്ട്. അതിലേകദേശം ഒരാളൊഴികെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും ഉള്ള നിരവധി ആളുകൾ വിജയിച്ച് അവരെന്നോടൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ എനിക്ക് സീറ്റ് തരിക എന്നതിനപ്പുറം എന്നോടൊപ്പം വരുന്ന ആളുകളെ പലതരത്തിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം, അവരെ നിലനിർത്താൻ ഒരു പൊതുപ്രവർത്തനത്തിന് ആവശ്യമായ അവസരം, അതിന് കഴിയുന്ന ആളുകൾ, അതിന് താല്പര്യമുള്ളവർ, അതിന് യോഗ്യതയുള്ളവർ, അവരെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ അംഗീകാരമാണ്. ഈ അംഗീകാരം എനിക്ക് ലഭിക്കുന്നൊരു അംഗീകാരമായി ഞാൻ കരുതുന്നില്ല. ഇത് ഉൾപാർട്ടി ജനാധിപത്യത്തിന് വേണ്ടി അഴിമതിക്കെതിരായും സാമ്പത്തിക ക്രമക്കേട്, ഇപ്പോൾ രക്തസാക്ഷി ഫണ്ട് വരെ ക്രമക്കേട് നടത്തി കട്ടെടുക്കുന്നൊരു കാലമാണ്. അതിനെല്ലാം എതിരായി പ്രതികരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾക്ക് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വേദി നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അഭയം നൽകിയിരിക്കുകയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ ചേർത്ത് പിടിക്കുകയാണ്. എത്രയോ MLA മാർ, മുൻമന്ത്രി അടക്കം MLA മാർ, എൻ്റെ 2 സഹപ്രവർത്തകരായിട്ടുള്ള MLA മാർ, ഇപ്പം നിലവിലെ MLA-യും മറ്റൊരാളും മുൻ MLA-യും, രണ്ടും എൻ്റെ അടുത്ത സഹപ്രവർത്തകരും സുഹൃത്തുക്കളാണ്. അവർക്ക് കുറച്ച് വഴിപിഴച്ചു പോയി, അവർ BJP-യിലേക്കാണ് പോയത്. അപ്പോൾ അത്ര കണ്ട് ഗുരുതരമാണ് അപ്പുറത്തെ സ്ഥിതി. അതിനകത്ത് ആർക്കും നിൽക്കാൻ കഴിയുന്നില്ല. ഒരു MLA-യും പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പെട്ടെന്ന് BJP-യിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു? അപ്പോൾ അങ്ങനെ ഉള്ള പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ജോലിയാണ്, അതിനു വേണ്ടിയിട്ടുള്ളൊരു പണിയാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പം എന്നും ഞാൻ പ്രത്യേകിച്ച് കടപ്പെട്ടവനായിരിക്കും. അത് കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തനമടക്കം, ശ്രീ രാഹുൽ ഗാന്ധി അടക്കം, ഈ കേരളത്തിലെ ഈ പറഞ്ഞ നേതാക്കന്മാരടക്കം, ഈ പറയാത്ത പേരുകളുള്ള ഒരുപാട് നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ബൂത്തിലടക്കം, എൻ്റെ മണ്ഡലത്തിലും എൻ്റെ ബ്ലോക്കിലും നിയോജക മണ്ഡലത്തിലും ജില്ലയിലും അടക്കം വിവിധ തട്ടുകളിലുള്ള എല്ലാ നേതാക്കന്മാരോടും എല്ലാ പ്രവർത്തകരോടും എനിക്ക് അങ്ങേയറ്റത്തെ കടപ്പാടുണ്ട്. ഈ പോരാട്ടം തുടരുന്ന, ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരുന്ന, ഈ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളിൽ അതിൻ്റെ മൂല്യച്യുതിക്കെതിരെ, അതിൻ്റെ ആശയ നഷ്ടത്തിനെതിരെ പടപൊരുതുന്ന ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള അംഗീകാരമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുന്നു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഞാനൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം വൈദ്യുതി കിട്ടാതാവുമ്പോഴത്തേക്ക്, കറണ്ട് പോകുമ്പോഴത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കാൻ പറ്റുക, ഇപ്പോൾ ചില ഇൻഫോർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതികളാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധാരണക്കാർക്ക് വിളിക്കാൻ പറ്റുന്ന നമ്പർ, ഇപ്പം MLA അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ, അതിനൊക്കെ ഉള്ളൊരു സംവിധാനം എന്താ ഉണ്ടാക്കാൻ പറ്റുക നമുക്ക്? തീർച്ചയായും എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഏതൊരു പൗരനും, ഏതൊരു വോട്ടർക്കും, ഏതൊരാളിനും എപ്പോഴും വിളിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും ഞാൻ, അത് ഉറപ്പിക്കാം. കാരണം കഴിഞ്ഞ MLA-ക്ക് സഭയ്ക്കൊക്കെ പോകണ്ടേ, അപ്പോൾ കോൾ എടുക്കാൻ പറ്റില്ലല്ലോ. അതിന് ഒരു സംവിധാനങ്ങൾ ഉണ്ടാവുമല്ലോ. എൻ്റെ ദീർഘകാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഇപ്പോൾ മൊബൈൽ കയ്യിൽ വന്നത് മുതൽ ഞാൻ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാത്ത ഒരു പൊതുപ്രവർത്തകനാണ്. രാത്രിയായാലും പകലായാലും ഏതസമയത്തായാലും വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അതിനൊരു മറുപടി, ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ അതിനകത്ത് കൃത്യമായൊരു മറുപടി ആ ഇടപെടുന്ന വിഷയത്തിൽ തിരികെ പറയുന്ന ആളാണ്. അപ്പോൾ അതിനൊരു കൃത്യമായ സംവിധാനം, ഒരു ഓഫീസ് ഈ മണ്ഡലത്തിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ 1-2 കേന്ദ്രത്തിൽ. ഇപ്പോൾ നെടുമങ്ങാട് പോലെ മറ്റൊരു പ്രധാന കേന്ദ്രമാണ് പോത്തങ്കോട്. ഒരു ഓഫീസ് സംവിധാനം ചിട്ടയായി മുന്നോട്ട് പോകുന്നൊരു വിഷയം വിളിച്ച് പറഞ്ഞാൽ, ഒരാൾ ഒരിടത്തു നിന്ന് ഒരു കാര്യം വിളിച്ച് പറഞ്ഞാൽ
അത് ഒരു മണിക്കൂറിനുള്ളിൽ പരിഹരിക്കേണ്ടത് ഒരു മണിക്കൂറിനുള്ളിൽ പരിഹരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അത് മാറും. ഇപ്പോൾ ഒരിടത്തൊരു പൈപ്പ് പൊട്ടി, ആ പൈപ്പ് കുടിവെള്ള പ്രശ്നമാണ്. അടിയന്തരമായി അത് നന്നാക്കുന്നതിന്, അത് പരിഹരിക്കുന്നതിനാവശ്യമായി അപ്പം ഇടപെടേണ്ട പ്രശ്നമാണ്. ഒരിടത്തൊരു വൈദ്യുതി ലൈൻ പ്രശ്നമാണ്, അപകട നിലയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അപകട നിലയിലാണ്, അവിടെ അപ്പോൾ ഇടപെടേണ്ട കാര്യമുണ്ട്. അതുപോലെ ഏതൊരാളിനും എപ്പോഴും കടന്നു വരാനും എപ്പോഴും വിളിച്ച് കാര്യങ്ങൾ പറയാനും, അത് പറഞ്ഞാൽ അത് കേൾക്കാനും, കേട്ടത് പരിഹരിക്കാനും, അതിനൊരു മറുപടി പറയാനും കഴിയുന്ന നിലയിൽ, പരിഹരിച്ചു എന്ന് പറയാനും കഴിയുന്ന നിലയിൽ, അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്ന ഇന്ന സാങ്കേതികമായ അല്ലെങ്കിൽ ഇന്ന പ്രയാസമുണ്ട്, അതിൻ്റെ നടക്കാൻ കഴിയുന്ന സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു ഓഫീസ് സംവിധാനം മണ്ഡലത്തിൻ്റെ കേന്ദ്രമായ നെടുമങ്ങാട് സെൻറ്ററിൽ ഉണ്ടാകും എന്ന നിലയിലേക്ക് മാറും. ഒരുപാട് വാഗ്ദാനങ്ങളുടെ ഉറപ്പൊന്നും നൽകുന്നില്ല. എപ്പോഴും ജനങ്ങളുടെ വിഷയങ്ങളിൽ, അത് വികസനമാകട്ടെ മറ്റ് പ്രശ്നങ്ങളാകട്ടെ, എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയുന്ന, അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു എളിയ പ്രവർത്തകനായി, സഹപ്രവർത്തകനായി, സുഹൃത്തായി, കുടുംബാംഗമായി ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പാണ് എനിക്ക് ജനങ്ങൾക്ക് നൽകാനുള്ള. ഇതിങ്ങനെ പാലിക്കപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കാശ് ഒരുപാട് ചിലവഴിച്ചതിൻ്റെ കണക്ക് പറയാറുണ്ട്. ഈ സർക്കാർ ഇത്ര കോടി രൂപ, നമുക്ക് ഹോർഡിങ്സ് നാട് മുഴുവനും ഉണ്ട്. അതിനകത്തൊക്കെ വലിയ വലിയ ലക്ഷങ്ങളുടെ കണക്കാണ്, കോടികളുടെ കണക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പലതിനും പണമില്ല. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയും. പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ നെടുമങ്ങാട് മണ്ഡലത്തിന് ഇട റോഡുകൾ ഒന്നും സഞ്ചരിക്കാൻ കഴിയില്ല. മറ്റ് റോഡുകളുടെ സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാന റോഡുകളുടെ സ്ഥിതി ഞാൻ പറഞ്ഞു. അങ്ങനെ വികസനം മുരടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ നെടുമങ്ങാടിനെ സംബന്ധിച്ച് എനിക്കറിയാവുന്നതുപോലെ അറിയാവുന്ന ഒരു നെടുമങ്ങാടാണ്, രജനീഷിനും അറിയാവുന്നു. നെടുമങ്ങാട് പട്ടണം ഒരു മാനവീയ വീതിയായി നമ്മുടെ മനസ്സിൽ കണ്ടാൽ എങ്ങനെയിരിക്കും? നെടുമങ്ങാട് ഒരു മാറ്റവുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതൊരു വലിയ വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ പോത്തങ്കോടിൻ്റെ നഗരവികസനം അത് വാഹനയാത്രക്കാർക്കും കച്ചവടക്കാർക്കും അവിടെ വന്നു പോകുന്ന ആളുകൾക്കും എല്ലാം പ്രയോജനപ്രദമാകുന്നതിലേക്ക് മാറണം. ഒരു 100 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ 100 രൂപ അത് ചെലവഴിക്കുന്നതിന് നമുക്ക് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ തലയ്ക്കുള്ളിൽ അതിനകത്ത് ഒരു ലക്ഷ്യം വേണം. അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യുകയും ഒരു 10 രൂപയെങ്കിലും മെച്ചം വയ്ക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറും. അല്ലാതെ കോടികൾ നമുക്ക് ഖജനാവിൽ നിന്ന് എടുത്ത് ദൂരത്ത് നടത്തി ഇങ്ങനെയുള്ള വലിയ പരസ്യങ്ങളും മാമാങ്കങ്ങളും നടത്തിയിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന നിലയിലേക്ക് മാറണം. വെമ്പായത്തും സ്ഥിതിയാണ്. വെമ്പായ ടൗൺ വികസനത്തിലും ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലിപ്പോൾ കിള്ളിയാറിൻ്റെ തീരത്ത് നമുക്കൊരു ഫുഡ് സ്ട്രീറ്റ് വന്നാൽ അവിടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ മറ്റാളുകൾ, ഇന്നിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നൈറ്റ് ലൈഫിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന കാരണം നഗരത്തിൽ നിന്ന് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പട്ടണങ്ങളിലേക്ക് മാറ്റം വരികയാണ്. അപ്പോൾ ഗ്രാമവ്യത്യാസമില്ലാതെ ഇന്നത്തെ തലമുറ മാറുമ്പോൾ ആ തലമുറയോടൊപ്പം സഞ്ചരിക്കാൻ നമ്മളും തയ്യാറാകണം. അപ്പോൾ കിള്ളിയാറിൻ്റെ തീരത്തൊരു ഫുഡ് സ്ട്രീറ്റ് വന്നാൽ അത് നന്നായിരിക്കും. ISROയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒട്ടനവധി പുറത്തുനിന്ന് നമ്മുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് എല്ലാം വരുന്ന ആളുകൾ, അപ്പോൾ അവരുടെ സൗകര്യം, അതുപോലെ അവർക്ക് കൂടുതൽ പ്രയോജനമാകുന്ന നിലയിലേക്കുള്ള മാറ്റങ്ങൾ അവിടെ ഏതെല്ലാം തരത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ചില സംവിധാനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഒരു വലിയ സ്ഥാപനം ഒരിടത്ത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന നിലയിലേക്കുള്ള ചില പദ്ധതികൾ അവിടെ കൊണ്ടുവരാൻ തീർച്ചയായും കഴിയും. അതൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ തീർച്ചയായും ഒരു ജനപ്രതിനിധിയായി മാറുമ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടുതലായി നമുക്ക് നമ്മുടെ ആശയങ്ങൾ മറ്റാളുകളുമായി ചർച്ച ചെയ്യപ്പെടാൻ കഴിയും, വോട്ടർമാരുമായി ചർച്ച ചെയ്യപ്പെടാൻ കഴിയും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും വിവിധ സംഘടനകളുമായി ചർച്ച ചെയ്യപ്പെടാൻ കഴിയും. അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി സമാഹരിച്ചുകൊണ്ട് നമുക്ക് ആ നിലയിലേക്ക് പോകാൻ കഴിയും. നമ്മുടെ നാടൊരു റബ്ബർ മേഖലയാണ്. ഇപ്പോൾ കോട്ടയം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉണ്ടായിരുന്നത് ഒരു കാലം, ഒരു സ്ഥലം, ഒരു താലൂക്ക് നെടുമങ്ങാടാണ്. അപ്പോൾ റബ്ബറുമായി ബന്ധപ്പെട്ടൊരു വ്യവസായം, അങ്ങനെ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഒത്തുചേരുമ്പോഴാണ് നാട്ടിൽ മാറ്റമുണ്ടാകുന്നു. അപ്പോൾ അതിനൊരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനം, ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ജനപ്രതിനിധികൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഇവിടെ ഏതൊരു തരത്തിലുള്ള വികസനവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, സർക്കാരെല്ലാം കോംപ്രമൈസാണ്, പണമില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. പക്ഷേ ഇപ്പോൾ ഹോൾഡിങ്സ് വെച്ച് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ എത്ര കോടി രൂപയുടെ പരസ്യങ്ങളാണ്, പത്രപരസ്യങ്ങൾ, ഹോൾഡിംഗ് വെച്ചുള്ള പരസ്യങ്ങൾ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസ്സുകളിലെ പരസ്യങ്ങൾ. ഇവിടെ മറ്റൊരു കാര്യത്തിലും പണമില്ല, എല്ലാം കോംപ്രമൈസാണ്, ജനങ്ങളുമായി കോംപ്രമൈസാണ്. ജനങ്ങളിപ്പോൾ സദ്യ ചോദിക്കുകയാണ്. സദ്യ ചോദിച്ചാൽ
കഞ്ഞി കുടിക്കാൻ പറയും. അത് സദ്യയേക്കാൾ നല്ലത് കഞ്ഞിയാണ്. കഞ്ഞി കുടിക്കാൻ നേരത്ത് പറയും കഞ്ഞി എന്നുള്ളത് പഴങ്കഞ്ഞിയാണ് നല്ലത്. അത്തരം സമീപനത്തിലേക്കാണ് വികസന കാര്യത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു വികസനവുമില്ല, എല്ലായിടത്തും സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. പണം ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും. കാരണം പല രൂപത്തിൽ നികുതി ഇനത്തിലടക്കം പലതരത്തിൽ പണം കണ്ടെത്താനുള്ള സോഴ്സുകൾ പ്രയോജനപ്പെടുത്തുന്നില്ല. ധനകാര്യ വകുപ്പ് പൂർണ്ണമായ പരാജയമായി നമുക്ക് കാണാൻ കഴിയും. വികസനങ്ങളാകെ നിലച്ചിരിക്കുകയാണ്. വിലക്കയറ്റം രൂക്ഷമാണ്. മറ്റു പല കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വൈദ്യുതി ചാർജ് എത്ര തോതിൽ വർദ്ധിപ്പിച്ചു, വെള്ളക്കരവും വീട്ടുവരവും വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു, വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. അപ്പോൾ ജനജീവിതത്തിന് മേൽ കനത്ത ഭാരം അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്. അഴിമതി തുടരുന്നു, അതുപോലെ തന്നെ മറ്റ് വിലക്കയറ്റം തുടരുന്നു. തൊഴിലില്ലായ്മ, പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് എത്ര റാങ്ക് ലിസ്റ്റുകളാണ് ഇവിടെ ക്യാൻസലായി പോയത്. ഒരു പുതിയ തലമുറ ഒരു ജോലി ലഭിക്കുക, സർക്കാർ ജോലി ലഭിക്കുക, തൻ്റെ കുടുംബത്തെ പോറ്റാൻ, തൻ്റെ വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കാൻ ഒരു ജോലി ലഭിക്കുക എന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്, അവന് വലിയൊരു ആഗ്രഹമാണ്. അതിനെ തള്ളിക്കെടുത്തുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം സമരങ്ങൾ നമ്മളിപ്പോൾ ആശാവർക്കർമാർ സമരം നടത്തിയ നമ്മളുണ്ടല്ലോ, അത് വലിയ ധാർഷ്ട്യമാണ്. അതിനെ അടിച്ചമർത്തിയാണുണ്ടായത്. ഒരു നടപടിയും അക്കാര്യത്തിൽ സ്വീകരിച്ചില്ല. അതൊരു തൊഴിലാളി നേതൃത്വം എന്ന് പറയുന്നൊരു ഗവൺമെൻറ്റിന് ഒട്ടും യോജിച്ചതല്ല. അതാണ് നമുക്ക് ആശാസമരവുമായി ബന്ധപ്പെട്ട് സമരങ്ങളെ അംഗീകരിക്കണം. സമരങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സമരങ്ങളിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡ് എന്താണ്, വസ്തുതകൾ എന്താണ്, നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് തൊഴിലില്ലായ്മയുടെ പ്രശ്നമാണ്. ഇവിടെ കേരളത്തിൻ്റെ ഒരു മുൻ മന്ത്രി, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും സമ്പന്നനായ ഒരു നേതാവ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞ ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കുന്നില്ല, ഇവിടെ ഒരു ഉൽപ്പാദനവും നടക്കുന്നില്ല. ഇവിടെ കാർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇവിടെ മോട്ടോർ ബൈക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ? ഇവിടെ വ്യവസായമുണ്ടോ? കേരളത്തിലൊരു ചുക്കും ചുണ്ണാമ്പുമില്ല. കേരളത്തിലെ ചെറുപ്പക്കാർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോകരാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ വിദ്യാഭ്യാസം ചെയ്ത് അവിടെ ജോലി ലഭിച്ച്, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ലഭിച്ച് കുടുംബമായി അവിടെ കഴിയുന്നു. ഇങ്ങോട്ട് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്, ശ്രീ വി ഡി സതീശൻ മുന്നോട്ട് വെച്ചത്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കും. ഇവിടെ പുറത്ത് വിദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്ന ചെറുപ്പക്കാരെ തടയിടാൻ, അവരിവിടെ നിലനിർത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകും. അവർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കും. അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ പുതിയതായി തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾ, സഹായം ഉണ്ടാകും എന്നത് ഈ പുതുയുഗ യാത്രയ്ക്കുടെ സമാപനത്തിൽ മുന്നോട്ട് വച്ച, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്. ഇപ്പം തന്നെ 2-3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെയും പറയുന്നത്. എല്ലാ സ്ത്രീകൾക്കും, നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ബസ്സുകളിൽ സൗജന്യ യാത്ര. അതൊരു ചെറിയ കാര്യമാണ്, അതൊരു വലിയ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ് എല്ലാ വിദ്യാർത്ഥികൾക്കും, കോളേജ് തലത്തിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ്. പെൻഷൻ വർധനവ് 3000 രൂപയിലേക്ക്. അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ് പദ്ധതി, ചികിത്സാ സഹായം അടക്കമുള്ള നിരവധി കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾക്കപ്പുറം 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയ പശ്ചാത്തലത്തിൽ കേരളത്തിലും അത് UDF അധികാരത്തിൽ വരും. തീർച്ചയായും അത് നടപ്പിലാക്കി മുന്നോട്ട് പോകും. അതെല്ലാം കൂടി ചേരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. അത് തീർച്ചയായും ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയുണ്ടാകും. ജനങ്ങളത് ഏറ്റെടുക്കും, ജനങ്ങളത് അംഗീകരിക്കും എന്നാണ് ഞങ്ങൾ അക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. കൗതുകമുള്ളൊരു കാര്യമാണ് എത്ര സീറ്റ് നേടും, എത്ര സീറ്റ് നേടാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു പ്രഡിക്ഷൻ. ആ പ്രഡിക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം കൂടെ ഇതിനകത്തുള്ളത്, ഇപ്പോൾ CPIയുടെ ഭാഗത്ത് ആയിരുന്നല്ലോ നിന്നിരുന്നത്. CPIയുടെ സീറ്റ് എത്ര എണ്ണം കുറയും എന്നാണ് ഇപ്പോഴത്തെ പ്രഡിക്ഷൻ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തീർച്ചയായും അത് പാടുണ്ടോന്ന് അറിഞ്ഞൂടാ. CPIയെ സംബന്ധിച്ച് CPIയുടെ ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരെല്ലാം ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാം ചില വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് CPIക്ക് കനത്ത പരാജയമാണ് വരാൻ പോകുന്നത്. പല ജില്ലകളിലും CPI അക്കൗണ്ട് പൂട്ടാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ 17 MLAമാർ CPIക്ക് നിലവിലുണ്ടായിരുന്ന ഒരാൾ പോയി. അപ്പോൾ അതിൻ്റെ
വലിയ പരാജയം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ CPIക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. CPMനും വലിയ നഷ്ടമുണ്ടാകും. നഷ്ടങ്ങളുടെ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കനത്ത നഷ്ടമുണ്ടാകാൻ പോകുന്നത് CPIക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ ഒരു കൈവിരലിൽ ഒതുങ്ങാവുന്ന സീറ്റുകളിലേക്ക് CPI മാറാൻ പോവുകയാണ്. ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവി നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPI പോകും. CPI 1965 ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലും പിളർപ്പിന് ശേഷം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലും സീറ്റുകൾ നേടിയിരുന്നു. 28 നിയമസഭാ സീറ്റുകൾ CPI 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അന്ന് 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളിലൊന്നാണ് നെടുമങ്ങാട് മണ്ഡലം. അതിൻ്റെ എല്ലാം ഒരു സംഗതികൾ ഇന്നും അതുപോലെ തുടരുകയാണ്, വലിയ മാറ്റങ്ങളില്ലാതെ. പക്ഷേ ഇപ്പോൾ CPIയെ സംബന്ധിച്ച് ഏറ്റവും കനത്ത പരാജയം. പല ജില്ലകളിലും അക്കൗണ്ട് പൂട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൈവിരലിൽ എണ്ണാവുന്ന സീറ്റുകളിൽ ഒതുങ്ങുന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു. കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി CPI മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനമായ ഉത്തരവാദികൾ ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും അതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നു. അതുപോലെ സംസ്ഥാന സെക്രട്ടറി, നിലവിലുള്ള സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ ഇവിടെ വിളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും സഖാവ് കാനൻ രാജേന്ദ്രൻ്റെ ആദ്യ ഘട്ടത്തിലുമെല്ലാം നടത്തിയ പ്രവർത്തനങ്ങൾക്കെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. ഒരു പാർട്ടി സംവിധാനത്തെ, ഒരു സംഘടനാ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത, കെൽപ്പില്ലാത്ത ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് നിലവിൽ CPIയെ നയിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോയതിൻ്റെ പാരമ്പര്യമുണ്ട്, ലോക യുവജന സംഘടനകളിൽ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമുണ്ട്, പ്രസംഗ പാരമ്പര്യമുണ്ട്. അതിലപ്പുറം പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ യോഗ്യത, അതിന് അനുസരിച്ചുള്ള പ്രവർത്തന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന ഒരു നിലയിലുള്ള സെക്രട്ടറിയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി. അതാണ് ഈ തകർച്ചയ്ക്ക് വഴിവെക്കുന്നതും. കേരളത്തിലെമ്പാടും പലയിടത്തും സമാന്തര പാർട്ടി സംവിധാനങ്ങളും ആളുകൾ പാർട്ടി വിട്ടു പോകുന്നതല്ല. പാലക്കാട്ടടക്കം ഓരോ ജില്ലകളിലും പ്രശ്നങ്ങളില്ലാത്ത ജില്ലകളില്ല. ആയിരക്കണക്കിന് ആളുകൾ CPIയിൽ നിന്ന് കേരളത്തിലാകെ പുറത്തുപോയ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ചില വർഷങ്ങൾ പുറകോട്ട് നോക്കിയാൽ, ചില മാസങ്ങൾ പുറകോട്ട് നോക്കിയാൽ, ചില മാസങ്ങൾ നോക്കിയാൽ മതി. കോൺഗ്രസിന് എത്ര സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്? കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ വലിയ വിജയം നേടാൻ പോവുകയാണ്. 100-ൽ കുറയാത്ത സീറ്റുകൾ കേരളത്തിൽ കോൺഗ്രസ് വിജയിച്ചധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇത് വെറുതെ പറയുന്നതല്ല, ഒരു കോൺഫിഡൻസോടുകൂടി തന്നെ. തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ജനങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിക്കാനും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറ്റാനും നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ എന്തായാലും വിജയം ഉണ്ടാവട്ടെ. നെടുമങ്ങാട് എനിക്കറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു വരട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.